God has been faithful to us as His people in these days. ദൈവത്തിന്റെ ജനമായി നമ്മുടെ ദൈവം ഈ ദിവസങ്ങൾ വളരെ വിശ്വസ്തതയുള്ളവനായിരുന്നു. As we have always heard, the great need in our lives and in our midst is that we understand the things of God by the Holy Spirit. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മധ്യത്തിലും ഈ നാളുകളിൽ നാം കേട്ടുവരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തെ പരിശുദ്ധാത്മാവിനാൽ ശ്രവിക്കുക എന്നതാണ്. We see even in the writings of Paul, wherein he says that the Lord would give you the understanding. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് He says that I pray that the Spirit would reveal it unto you. വെളിപ്പെടുത്ത വേണ്ടും, നമുക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യം തര വേണ്ടും എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. Once again I would like to underline this important thing unto all of us. ഈ പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിന് വീണ്ടും ഈ രാവിലെ സമയം ഞാൻ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. Because we have a strong natural ability to understand. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാകൃതമായ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് നാം വീണ്ടും ജനിച്ചവരായതുകൊണ്ട് നാം കേൾക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നാം കരുതാറുണ്ട്. Because we are born again, നാം വീണ്ടും ജനിച്ചവരാണ്. We conclude that everything we have heard is by the Spirit. അതുകൊണ്ട് നാം കേട്ടതെല്ലാം പരിശുദ്ധാത്മാവിനാൽ നാം ശ്രവിച്ചതാണെന്ന് നാം കരുതാറുണ്ട്. But we do not realize many a time we understand things because we have a strong natural mind. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത് നമുക്ക് പ്രാകൃത മനസ്സിന്റെ ആ കഴിവുള്ളത് കൊണ്ടാണ്. And many a time it's difficult to discern and understand between what is of the mind and what is of the spirit. ഈ പ്രാകൃത മനസ്സിന്റെ കാര്യങ്ങളെ ആത്മാവിന്റെ കാര്യങ്ങളെയും വിവേചിച്ചറിയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. We can read, understand and even absorb things very much. It depends upon your intellectual ability. നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് കാര്യങ്ങളെ വായിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് കഴിയും. Yes, we need the natural abilities, no doubt. നമുക്ക് ആ പ്രാകൃതിക കഴിവുകൾ ആവശ്യമാണ്, അതിൽ സംശയമില്ല. But the natural abilities must be subject to the Holy Spirit. എന്നാൽ ആ പ്രാകൃതിക കഴിവുകളൊക്കെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. Not that the natural mind, is going to dominate our life. നമ്മുടെ ജീവിതത്തെ ഈ പ്രാകൃത കഴിവുകൾ ഒരിക്കലും ഭരിക്കുവാൻ പാടില്ല. But many a time, as we heard, the soul man masquerades as a spiritual man. പലപ്പോഴും പ്രാകൃത മനുഷ്യൻ, നമ്മുടെ പ്രാണ മനുഷ്യൻ, അത് ആത്മീയ മനുഷ്യനെ പോലെ വേഷമിടാറുണ്ട്. Yes. And this is something that we need to really understand by the Holy Spirit again. ഇതേ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മനസ്സിലാക്കേണ്ടതുണ്ട്. Over these years, I have experienced this, and I've seen this happening in the midst of God's people. ദൈവജനങ്ങളുടെ മധ്യത്തിൽ നടക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. When the Holy Spirit opens your eye to something, a precious truth in God's word. ദൈവവചനത്തിലുള്ള വിലയേറെ സത്യങ്ങളെ കാണുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ It's like a window that's open before അത് you. നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ട ഒരു ജനൽ പോലെയാണ്. And you begin to see things. അതിലൂടെ നാം കാര്യങ്ങളെ കാണുവാൻ തുടങ്ങും. Not all at one time. എല്ലാം ഒരേ സമയത്തല്ല നാം കാണുന്നത്. Remember, every revelation is progressive. നമ്മുടെ ജീവിതത്തിലെ വെളിപ്പാടുകളെല്ലാം പുരോഗമനപരമാണ്. And this is something we all need to അത് നാം realize. എല്ലാവരും മനസ്സിലാക്കണം. Whether it was in the life of Paul അപ്പോസ്തലനായ പൗലോസിന്റെ or ജീവിതത്തിലായാലും in the life of Abraham, അബ്രഹാമിന്റെ ജീവിതത്തിലായാലും we need to know that everything was progressive even in their അവരുടെ lives. ജീവിതത്തിലെല്ലാം പുരോഗമനപരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. The Lord appeared unto Paul on the road to Damascus. ഡമാസ്കസിന് പോകുന്ന ആ വഴിയിൽ വെച്ച് ദൈവം പൗലോസിന് And he വെളിപ്പെട്ടു. heard a voice.
താൻ ഒരു ശബ്ദം കേട്ടു. That was real in his അതെന്റെ life. ജീവിതത്തിൽ ഒരു വാസ്തവമായിരുന്നു. But it also says, എന്നാൽ അവിടെ പറയുന്നത്, when the Lord said unto him, കർത്താവിനോട് പറഞ്ഞു, in the things I will yet appear unto ഞാൻ thee. നിനക്ക് ഇനിയും പ്രത്യക്ഷമാകുവാൻ പോകുന്ന കാര്യങ്ങൾ. If you want to just turn to that scripture, ആ വേദഭാഗത്തേക്ക് നമുക്ക് ഒന്ന് തിരിക്കാം. the book of Acts chapter 26 അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം and verse അതിന്റെ 16. 16 വാക്യം. And I said, who art thou, Lord? Verse 15, and he said, I am Jesus whom thou persecutest. 15 വാക്യത്തിൽ നിന്ന് വായിക്കാൻ. But rise and stand upon thy feet, for I have appeared unto thee for this purpose, to make thee a minister and a witness both of these things which thou hast seen, and of those things in which I will yet appear unto thee. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷ്യമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. Yes, you know, it says here, both of these things which thou hast seen, and of those things in which I will appear unto thee. ഞാൻ നിനക്ക് കാണിച്ച കാര്യം, അല്ലെങ്കിൽ പ്രത്യക്ഷമായ കാര്യം, ഇനി പ്രത്യക്ഷമാകുവാൻ പോകുന്ന കാര്യവും. നാം കാണുന്ന കാര്യങ്ങൾ ഒരു പുരോഗതി ഉണ്ട്. But it has to be from the Lord. അത് കർത്താവിൽ നിന്ന് ആയിരിക്കണം. We cannot have our light. നമ്മുടെ സ്വന്തമായ വെളിച്ചമല്ല നമുക്ക് ആവശ്യം. അത് ആപൽക്കരമായ ഒന്നാണ്. To have my own light. എനിക്ക് എന്റേതായ വെളിച്ചമുള്ളത് ആപൽക്കരമായ ഒരു കാര്യമാണ്. And misinterpret my light as the light of the എന്റെ Lord. വെളിച്ചത്തെ ദൈവത്തിന്റെ വെളിച്ചമായി തെറ്റിദ്ധരിക്കുന്നത് ആപൽക്കരമാണ്. That's a dangerous thing in one's ഒരുവന്റെ life. ജീവിതത്തിൽ അത് വളരെ ആപൽക്കരം തന്നെയാണ്. Presuming my light to be the revelation of എനിക്കുള്ള God. വെളിച്ചം അത് ദൈവത്തിന്റെ ആത്മാവിനാലും വെളിപ്പാടിനാലും ഉള്ളത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. You know, here the apostle Paul says very clearly. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്, തന്നോട് സംസാരിച്ച കാര്യത്തെ കുറിച്ച് പറയുന്നത്, ഇന്ന് ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തന്നു. ആ കാര്യങ്ങൾക്ക് നീ ഒരു സാക്ഷിയാണ്. You will minister those ആ കാര്യങ്ങൾ നീ പങ്കുവയ്ക്കും. ആ കാര്യങ്ങൾ നീ സംസാരിക്കും. And there are things yet I will show to you, and you will also be a minister and a testimony of those ഞാൻ things. നിനക്ക് ഇനിയും പ്രത്യക്ഷമായി കാര്യങ്ങളെ നിനക്ക് കാണിക്കും. ആ കാര്യങ്ങൾക്ക് ഞാൻ നിന്നെ ശുശ്രൂഷകനാക്കും. As I was interacting with our brethren here in H2 in our practical interaction time, H2 ഉള്ള ബ്രദേഴ്സോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, as we were interacting, ഞങ്ങൾ അന്യോന്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ reminded me of something. കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിച്ചു. Many years പല ago, വർഷങ്ങൾക്ക് മുമ്പ് you know, we had a camp meeting in New Era Public School, Mayapuri. ന്യൂ എറ പബ്ലിക് സ്കൂൾ മായാപുരിയിൽ ഞങ്ങൾക്കൊരു ക്യാമ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. And in that camp ആ meeting, ക്യാമ്പ് മീറ്റിംഗിൽ I shared for the first time from the book of 2 Timothy chapter 1 and verse 9. ആദ്യമായി 2 തിമോത്തി 2-ാം അധ്യായം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നിന്ന് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. നിങ്ങളിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു. 9-ാം വാക്യം. I had known before. ഈ വചനം എനിക്ക് മുമ്പ് തന്നെ അറിയാവുന്ന വചനമായിരുന്നു. I have read അതിനു മുമ്പ് before. ഞാനത് വായിച്ചിട്ടുണ്ട്. I shared in connection with many other things. മറ്റുള്ള കാര്യങ്ങളോട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട്. But you know, this scripture was like a window of truth to me at that ആ time. സമയത്ത് അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തെ കാണുന്നതിനുള്ള ഒരു ജനലായി മാറി, കിളിവാതിലായി മാറി. ദൈവം നമ്മളെ തന്റെ പരിശുദ്ധ വിളിയാൽ വിളിച്ചു. Not according to our works, തന്റെ വിശുദ്ധ വിളിയാൽ വിളിച്ചു നമ്മുടെ പ്രവൃത്തി കാരണമല്ല, according to his own purpose and തന്റെ grace, സ്വന്തം നിർണയപ്രകാരം, which was given us in Christ Jesus before the world കർത്താവായ began. യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പ് നൽകപ്പെട്ട ആ നിർണയപ്രകാരം. You know, and the Lord opened my eyes to see നമ്മെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു എന്ന ഈ കാര്യത്തെ കാണുന്നതിന് ദൈവന്റെ കണ്ണുകളെ തുറന്നു. there on,
It was something very progressive. അന്ന് മുതൽ അതെന്റെ ജീവിതത്തിൽ പുരോഗമനപരമായ ഒന്നായിരുന്നു. Things one by one in the right places. എന്റെ ജീവിതത്തിൽ ഒന്നൊന്നായി അതിനോട് അനുബന്ധിച്ച് ദൈവം കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. That God saved me with a purpose became very strong and powerful from then on. അതിനുശേഷം ദൈവം എന്നെ ഒരു ഉദ്ദേശത്തോടെയാണ് രക്ഷിച്ചതെന്ന കാര്യം, വിളിച്ചതെന്ന കാര്യം എനിക്ക് വളരെ വ്യക്തമായി തുടങ്ങി. That's the power of light within. അതാണ് നമുക്കുള്ള വെളിച്ചത്തിന്റെ ശക്തി. അത് നമ്മളെ ഭരിക്കും, അത് നമ്മളെ ഭരിക്കും, that overtakes you, അത് നമ്മളെ that governs മതിക്കും. your life. And then it is further ministered to your spirit. അത് തുടർന്ന് നമ്മുടെ ആത്മീയ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. I could never depart from this ഈ word. വചനത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും നീങ്ങി പോകുവാൻ കഴിഞ്ഞില്ല. Not only that, this verse is so foundational. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു വചനം തന്നെയാണ്. And some of you have witnessed that. അത് നിങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്നും And I know സാക്ഷീകരിച്ചിട്ടുണ്ടല്ലോ. that in the first session, I was struggling to share this word. അന്ന് ആ മീറ്റിംഗിൽ ഈ വചനം സംസാരിക്കുന്നതിന് But God ministered in that ഞാൻ moment. വളരെ പ്രയാസപ്പെട്ടു. എന്നാൽ ദൈവം And at the close of the meeting, സംസാരിക്കുകയുണ്ടായി. one brother came forward and മീറ്റിംഗിന്റെ said, അവസാനത്തിൽ ഒരു സഹോദരൻ മുമ്പോട്ട് വന്നു. me and my family, we want to dedicate ourselves to this ഞാനും word. എന്റെ കുടുംബം ഈ വചനത്തിന് വേണ്ടി ഞങ്ങളെ അർപ്പണിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറഞ്ഞു. And the whole family came ആ forward. മുഴു കുടുംബവും മുന്നോട്ട് കടന്നു വന്നു. അവർ തങ്ങളെ തന്നെ He is സമർപ്പിച്ചു. the head of the family. He said, we want to give ourselves to this ഈ word. വചനത്തിന് ഈ സത്യത്തിന് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞ് അവർ തങ്ങളെ സമർപ്പിച്ചു. I don't think these things are emotional. അത് വൈകാരികമായ ഒന്നായിരുന്നു ഞാൻ കരുതുന്നില്ല. But I know something God has done that morning in that gathering. അന്നുള്ള ആ കൂടിവരവിൽ രാവിലെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. And years gone by. വർഷങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. That family is no more. എന്നാൽ ആ കുടുംബം ഇപ്പോൾ നമ്മോട് കൂടെയില്ല. So what happened to എന്താണ് that? Was that light? സംഭവിച്ചത്? അതൊരു വെളിച്ചമായിരുന്നു. There are many such instances. അങ്ങനെയുള്ള പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Why am I sharing ഞാൻ this? എന്തിനാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്? And they went away. അവർ സഭയെ വിട്ടുപോയി. And then with the Pentecostal group. ഇപ്പോഴവർ ഒരു പെന്തക്കോസ്ത് ഗ്രൂപ്പിനോട് ചേർന്നാണ് There is പോയിക്കൊണ്ടിരിക്കുന്നത്. no such truth ever ministered. അവർ കേട്ട സത്യങ്ങളെല്ലാം മറന്നു. Now why is such a thing? എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കുന്നത്? Because even if you have received a little light, നമുക്കൊരല്പം വെളിച്ചം ലഭിച്ചുവെങ്കിൽ we തന്നെ have to maintain that. അത് നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. It ought to be a window, something God has initiated, and we must walk in ദൈവം it, തുറന്നു തന്ന ഒരു കിളിവാതിലായി നമ്മുടെ ജീവിതത്തിൽ മാറേണ്ടതുണ്ട്. that we may get further light and അതിലൂടെ understand. അധികമായി വെളിച്ചത്തെ നാം പ്രാപിക്കേണ്ടതുണ്ട്. As we have seen in God's word. ദൈവവചനത്തിൽ നാം കാണുന്നത് പോലെ Remember, the Lord said unto Isaiah, യെശയ്യാവിനോട് കർത്താവ് പറഞ്ഞപ്പോൾ he was given a terrible ministry, അദ്ദേഹത്തിന് ഒരു വലിയ a hard ministry, and that ministry was to make the hearing ears വലിയ deaf. ശുശ്രൂഷയുടെ ദൗത്യമാണ് ദൈവം നൽകിയത്. അത് കേൾക്കുന്ന കാതുകളെ അടയ്ക്കുന്നതിനായിരുന്നു. Make their ears deaf. കേൾക്കുന്ന കാതുകളെ And അടയ്ക്കുന്നത്, make their eyes blind. അവരുടെ കണ്ണുകളെ മൂടിക്കളയുന്നത്. So remember that. അത് നാം മറക്കരുത്. The hearing ears can become hard to hear and finally become deaf. കേൾക്കുന്ന ചെവികൾ മന്ദമാകാം, അവസാനമായി അത് അടഞ്ഞു പോകാം. That's why the Lord said, harden not your hearts. അതുകൊണ്ടാണ് ദൈവം അരുളി ചെയ്തത്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, പ്രകോപന ദിവസത്തിൽ എന്നതുപോലെ. So let's not sit in a mode where all is secure. ആകയാൽ നാം സുരക്ഷിതരാണെന്ന ഒരു All is fine with വിദ്യാബോധത്തോടെ നമുക്ക് because ആകാതെ I'm ഇരിക്കാം. in a good Samaritan fellowship. നാം ഗുഡ് സമാരിറ്റൻ ഫെലോഷിപ്പിലായിരിക്കുന്നതോട് സുരക്ഷിതരാണെന്ന് നാം കരുതേണ്ട. God's word is coming. ദൈവവചനം വരുമ്പോൾ That's not your security. അത് കേൾക്കുന്നത് മാത്രം Your നമുക്കൊരു security, my സുരക്ഷിതത്വമല്ല. security is that we are in a place of hearing continually. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് ദൈവശബ്ദം കേൾക്കുന്നു എന്നതാണ് നമ്മുടെ സുരക്ഷിത സ്ഥാനം. We are seeing things by the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം കാണുന്നു എന്നതാണ് നമ്മുടെ What സുരക്ഷിതത്വം. happened to the church in Laodicea? ലവോദിക്കയിലുള്ള സഭയ്ക്ക് എന്താണ് They സംഭവിച്ചത്? finally became blind. അവസാനമായി അവർ അന്ധരായി തീർന്നു.
A church had a seeing ability in the അവർക്ക് beginning. കാണുവാനുള്ള കഴിവ് ആദ്യം ഉണ്ടായിരുന്നു. We need to realize, saints of വിശുദ്ധന്മാർ God, ഇതെന്ന് മനസ്സിലാക്കണം. that we cannot live by presumption in our നമ്മുടെ lives. ജീവിതത്തിൽ മുൻവിധിയോടെ നാം ജീവിക്കുക സാധ്യമല്ല. We have been saved with a purpose by the living God. ജീവനുള്ള ദൈവം നമ്മളെ ഒരു ഉദ്ദേശത്തോടെയാണ് രക്ഷിച്ചിരിക്കുന്നത്. Now, why am I sharing this with us? ഞാനിത് എന്തുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്? We get alerted and we become serious, but then we slide back in no time. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മുന്നറിയിപ്പുകളൊക്കെ കിട്ടുമ്പോൾ Our guards are down. We are no more alert. നാം സാവധാനമുള്ളവരായി തീരുന്നുവെങ്കിൽ തന്നെയും പിന്നീട് ആ നർമ്മദാബോധം നമ്മെ വിട്ട് അകന്നു പോകും. We must be in a place of എന്നാൽ നാം ഈ നാളുകൾ കേൾക്കേണ്ട സ്ഥാനത്തായിരിക്കേണ്ടത് അനിവാര്യമാണ്. therefore, let's not presume. അതുകൊണ്ട് നാം മുൻവിധിയുള്ളവരാകാതിരിക്കാം. You know, we cannot produce our own light. നമുക്ക് നമ്മുടെ സ്വന്തം വെളിച്ചം ഉണ്ടാക്കുക സാധ്യമല്ല. We cannot have our own torches. നമുക്ക് നമ്മുടേതായ ടോർച്ച് ലൈറ്റ് കൊണ്ടൊന്നും ജീവിക്കാൻ We പറ്റത്തില്ല. need His light in നമ്മുടെ our ജീവിതത്തിൽ lives. കർത്താവിന്റെ വെളിച്ചം നമുക്ക് ആവശ്യമാണ്. Now, that's great. You know, it is something very, very important. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യം അതാണ്. God help ദൈവം us നമ്മളെ സഹായിക്കുമാറാകട്ടെ. as we are hearing God's word in ഈ ദിവസങ്ങൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവം നമ്മെ It's സഹായിക്കുമാറാകട്ടെ. not a matter of Sunday coming and hearing a sermon, quote unquote, ഞായറാഴ്ച കടന്നു വന്നൊരു and be happy with it. സന്ദേശം കേട്ടതിൽ സംതൃപ്തി അടയുന്ന കാര്യമല്ലത്. Some knowledge of the scripture. ദൈവവചനത്തിന്റെ ചില അറിവ് മാത്രം പ്രാപിക്കുന്ന That's where കാര്യമല്ലത്. Christianity is today, by and ഇന്ന് large. ക്രൈസ്തവ അവിടെയാണ് ആയിരിക്കുന്നത്. But if you know that you have been saved with a purpose, എന്നാൽ ദൈവം നമ്മളെ ഒരു ഉദ്ദേശത്തോടെ വിളിച്ചിരിക്കുന്നത് നാം God അറിയുന്നുവെങ്കിൽ has got a purpose in saving you and keeping you in this end ഈ time. അന്ത്യനാളുകൾ ദൈവം നമ്മെ വിളിച്ചതിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് We മനസ്സിലാക്കുന്നെങ്കിൽ must be alert in our spirit. നമ്മുടെ ആത്മീയ മനുഷ്യനിൽ നാം We സൂക്ഷ്മതയുള്ളവരായിരിക്കും. must be all ears to hear it. ദൈവശബ്ദം കേൾപ്പാൻ കൂർമ്മതയുള്ളവരായിരിക്കണം നാം. We all must be eyes to see what God wants to show us by ദൈവം പരിശുദ്ധാത്മാവിനാൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ നമുക്ക് കണ്ണുണ്ടായിരിക്കണം. chapter 24. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം. You know, as we read these verses of the Lord Jesus, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ വാക്കുകൾ നാം when കാണുമ്പോൾ He said about His coming back തന്റെ again, വീണ്ടും വരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ, He says, the hour and the day no man knows, ആ നാളും നാഴികയും ആരും അറിയുന്നില്ല എന്നാണ് താൻ പറഞ്ഞത്. but of the day and the hour no man knoweth no man, but knoweth no man, no, not the angels of heaven, but my Father only. 24-ാം അധ്യായം 36-ാം വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പിതാവിന് മാത്രമേ Except the Father. ആ സമയം അറിയുള്ളൂ. But the Lord gave them some indications about that. എന്നാൽ ആ നാളിനെ കുറിച്ച് ചില മുന്നറിയിപ്പുകൾ കർത്താവ് നൽകി. And then He pointed back to the days of Noah. നോഹയുടെ നാളുകളോട് ബന്ധിച്ചാണ് താനത് പറഞ്ഞത്. But as the days of Noah were, so shall also the coming of the Son of Man. നോഹയുടെ കാലം പറഞ്ഞതിന് മനുഷ്യപുത്രന്റെ വരവും ആകും. For as in the days that were before the flood, they were eating and drinking and marrying and giving in marriage, and that until the day that Noah entered into the ark. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. And knew not until the flood came and took them all away, so shall also the coming of the Son of Man. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കി കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. Yes, now this is what the Lord said about His coming back again. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് താൻ പറഞ്ഞ വാക്കുകളാണിത്. Now, while Peter was writing his letter to the believers, പത്രോസ് തന്റെ ലേഖനത്തിൽ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ, yes, he writes to them in 2 Peter. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ I'm എഴുതുന്നു. sure Peter heard this from the mouth of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്കുകളെ താൻ കേട്ടിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. As we saw in Matthew chapter 24. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം കണ്ടതുപോലെ, As Peter was writing this letter, പത്രോസ് ഈ ലേഖനത്തെ എഴുതുമ്പോൾ he was reminded of what the Lord Jesus said, കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ അവൻ ഓർത്തുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിനാൽ അത് ഓർത്തുകൊണ്ടാണ് അവൻ ഇത് എഴുതുന്നത്. you know, about His coming. കർത്താവിന്റെ വരവിനെ കുറിച്ച്. You know, and therefore he says these words in his letter. തന്റെ ലേഖനത്തിൽ താൻ ഇങ്ങനെ എഴുതുന്നു. 2 Peter chapter 2 പത്രോസ് 3-ാം അധ്യായം. Yes,
he speaks about his judgment. കർത്താവിന്റെ ന്യായവിധിയെ കുറിച്ച് താൻ ഇവിടെ പറയുന്നു. He speaks about his കർത്താവിന്റെ വരവിനെ കുറിച്ച് താൻ ഇവിടെ പറയുന്നു. knowing this first, that there shall come in this last day scoffers. അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? Saying, where is the promise of his coming? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടി ആരംഭിച്ചതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ Where is the promise of his coming? പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ All അറിഞ്ഞുകൊള്ളുവിൻ. things continue as they were from the beginning. Where is the promise of his അവന്റെ coming? പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? Now, we know that not everybody in the world is talking about Christ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന ഈ ലോകത്തിലുള്ളവരല്ല. Those who talk about the Christ coming, they are called Christians. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നവർ Or, believing അവർ Christians. വിശ്വാസമുള്ള ക്രിസ്ത്യാനികളായാലും ഇല്ലെങ്കിൽ മറ്റുള്ള ക്രൈസ്തവരായാലും. They say that everything is going on as usual. അവർ മാത്രമേ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയാറുള്ളൂ. അവർ പറയുന്നത് എല്ലാം And where is the coming of the Lord that people talk ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ എവിടെയാണ് കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ? And with that attitude, അങ്ങനെയുള്ള ഒരു they indulge in a life that satisfies the soul. മനോഭാവത്തോടെ അവർ തങ്ങളുടെ പ്രാണനെ പ്രീണിപ്പിക്കുന്ന ജീവിതമാണ് ജീവിക്കുന്നത്. But Jesus said very clearly എന്നാൽ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു, that his coming is certain. തന്റെ വരവ് തീർച്ചയായ കാര്യമാണ്. The time and the day no one knows, but it shall എന്നാൽ happen. നാളും നാഴികയും ആർക്കും അറിയില്ല, എന്നാൽ അത് തീർച്ചയായും സംഭവിക്കും. And he indicated what happened in the past. He referred. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് താൻ പറയുകയും ചെയ്തു. And we see the same thing here. ഇവിടെയാണ് നാം അത് He കാണുന്നത്. is saying to the saints of God. ഈ വിശുദ്ധന്മാരോട് പത്രോസ് അതാണ് പറയുന്നത്. And we need to realize this, brothers and പ്രിയ sisters. സഹോദരി സഹോദരന്മാരെ, നാം ഇത് മനസ്സിലാക്കണം. As we heard, it's a very prophetic expression. ഇത് വളരെ പ്രവചനപരമായ It ഒരു was പ്രകടനമാണ്. prophetic from the mouth of the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണിത്. It is prophetic here, even in the letter of Peter to the church. പത്രോസിന്റെ ലേഖനത്തിൽ ദൈവമക്കൾക്ക് സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ഇത് പ്രവചനപരമായ So it's not a ഒന്നാണ്. matter of an incident in the times of നോഹയുടെ കാലത്ത് നടന്ന ഒരു സംഭവം മാത്രമല്ല ഇത്. It's a prophecy about എന്നാൽ നമ്മുടെ സമയത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. It's a prophecy about the times in which we താൻ are living. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തെ കുറിച്ചുള്ള ഒരു പ്രവചനമാണത്. And we need to realize ഇതെന്നെ മനസ്സിലാക്കണം. more than just understanding, to realize that we are the people who are to live like Noah in this present time. പ്രാകൃത മനസ്സുകൊണ്ട് നാം ഇതെ ഗ്രഹിക്കുന്നതിൽ ഉപരിയായിട്ട് നോഹയെ പോലെയാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. Yes, we need to live like Noah and family. നോഹയും കുടുംബവും ജീവിച്ചതുപോലെ നാം ജീവിക്കണം. We are called to be Noah and family in this ഈ present time. വർത്തമാന സമയത്ത് നോഹായും കുടുംബവും പോലെ ജീവിക്കേണ്ടവരാണ് നാം. Now we know that, today we would not mock at his coming by words, നമ്മുടെ വാക്കുകൊണ്ട് കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം പരിഹസിക്കുന്നവരല്ലായിരിക്കാം. mock at the coming of the Lord by our words. Yeah, we will not speak against it. അതിന് വിരോധമായിട്ട് നാം സംസാരിക്കില്ല. But as we heard, എന്നാൽ നാം കേട്ടതുപോലെ we speak again, or we are against it by our life. നമ്മുടെ ജീവിത രീതി കൊണ്ട് നാം ആ കാര്യങ്ങളെ പരിഹസിക്കുന്നവരാകും. Our lives declare that we don't really believe that he is coming. കർത്താവ് വരുന്നു എന്ന കാര്യത്തെ വിശ്വസിക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കുവാൻ കഴിയും. It has been going on for years. അനേക വർഷങ്ങളായി അങ്ങനെയാണ് കാര്യങ്ങൾ. How can we say he will come ഇപ്പോൾ now? കർത്താവ് വരുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയുവാൻ കഴിയുന്നെന്നുള്ള മനോഭാവം നമുക്കുള്ള ഉണ്ടായിരിക്കാം. Is something that robs us of that ആ preparation. മനോഭാവം നമ്മുടെ ജീവിതത്തിലുള്ള ഒരുക്കത്തെ Yes. തടസ്സപ്പെടുത്തും. And therefore Peter goes on to say it very അതുകൊണ്ട് strongly. പത്രോസ് തുടർന്ന് പറയുന്നത് We see in verse 5. 5-ാം വാക്യത്തിൽ ശക്തമായി താൻ ഇങ്ങനെ പറയുന്നു. For this they willingly are ignorant of, that
by the word of God the heavens were of old, and the earth standing out of the water and in the water, whereby the world that then was being overflowed with water. The world that then was judged. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും. അന്നുള്ള ലോകം. Yes. But the heavens and the earth which are now. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും. Then that heaven and earth then was judged by God. അന്നുള്ള ലോകം ജലപ്രളയത്താൽ ദൈവം ന്യായം വിധിച്ചു. But the world now is. എന്നാൽ ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകം. Somewhere in that world. ഇപ്പോൾ നാം ആ ലോകത്തിലാണ് ആയിരിക്കുന്നത്. That heavens and the earth. ഈ ആകാശവും ഭൂമിയും By the same word. അതേ വചനത്താൽ. What is that same word? അതേ വചനത്താൽ. The same word of his judgment. തന്റെ ന്യായവിധിയുടെ വചനത്താൽ. The same word that he will, move on to a new heaven and earth. ഈ ലോകത്തെ താൻ നശിപ്പിക്കുന്ന ഒരു പുതിയ ലോകത്തിലേക്ക് താൻ നീങ്ങുമെന്നുള്ള തന്റെ ന്യായവിധിയുടെ വചനം. By the same word. ആ വചനത്താൽ, അതേ വചനത്താൽ. Reserved unto fire against the day of judgment and perdition. തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തെ കാത്തുമിരിക്കുന്നു. ഈ വചനം നമ്മിലേക്ക് ആഴമായി പതിയേണ്ടതുണ്ട്. The Christian realm today talks about his coming tonight. ഇന്ന് ക്രിസ്തീയ മണ്ഡലം ഇന്ന് രാത്രിയിൽ ദൈവം വരുമെന്നാണ് പ്രഘോഷിക്കുന്നത്. There are preachers who say that we will have the meeting tomorrow if Christ do not come tonight. ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നില്ലെങ്കിൽ നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പ്രാസംഗികന്മാരുണ്ട്. We had a preacher many years ago in the 80s. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ സന്ദർശിച്ച ഒരു പ്രാസംഗികന്റെ കാര്യം ഞാൻ ഓർക്കുന്നു. And he preached in the night. രാത്രിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. Christ doesn't come tonight, we will have the meeting. കർത്താവ് ഇന്ന് രാത്രിയിൽ വന്നെങ്കിൽ നാളെ നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. But that night he was talking till early morning about buying a property. എന്നാൽ ആ ദൈവദാസൻ രാത്രിയില് മദ്രാസിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ട ആവശ്യം? അനേക Now why am I sharing this with us is പ്രാസംഗികരുടെ കപടത്വത്തെയാണ് ഇത് കാണിക്കുന്നത്. God's word is ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് നാം അറിയണം. We need to stand by the word of ദൈവവചനത്താൽ നാം നിൽക്കണം. We cannot be swayed away and swept away by all these things that people are teaching around us. ജനങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങളാൽ നാം ഒരിക്കലും ഒഴുകി പോകരുത്. So the word of God is very, very clear. ദൈവവചനം വളരെ വ്യക്തമാണ്. Peter is saying again and again. അതുകൊണ്ടാണ് പത്രോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. What kind of life we should be living, knowing that God is going to judge this present world. ദൈവം ഈ വർത്തമാന ലോകത്തെ ന്യായം വിധിക്കും എന്നതുകൊണ്ട് എത്ര ഭക്തിയുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടതെന്ന് താൻ ഇവിടെ പറയുന്നു. Looking for and hasting unto the coming of the day of God. Verse 12. 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എത്ര വിശുദ്ധവും ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം, ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടണം. And we see how Peter is ending this scripture. This letter. എങ്ങനെയാണ് പത്രോസ് ഈ ലേഖനത്തെ സമാപിപ്പിക്കുന്നത് നമുക്കൊന്ന് കാണാം. He talks about how people are not able to really understand what Paul has written in his letters. പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയ കാര്യങ്ങളെ ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്ന് പ്രതിപാദിക്കുന്നു. Verse 16 he says, 16-ാം വാക്യം. Also in all his epistles speaking in them of these things, okay, talking about the same thing, okay. These things in which are some things hard to understand, to be understood, which they that are unlearned and unstable rest as they do also the other scriptures unto their own destruction. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുകൊണ്ട് അറിവില്ലാത്തവരും അസ്ഥിരമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അത്
അതും നിങ്ങളുടെ You know, നാശനായി the കോട്ടിക്കളയുന്നു. translation, I have no time to get into other translation. I didn't want to take a long time here, but it happened to be a little longer time. Now listen here, it says, they twist the word of God. മറ്റു ട്രാൻസ്ലേഷൻ വായിക്കാൻ നമുക്ക് സമയമില്ല, എന്നാൽ അവർ വചനത്തെ കോട്ടിക്കളയുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. Twisting the word അവർ of God. ദൈവവചനത്തെ കോട്ടിക്കളയുന്നു. You know, the things that Paul has written. പൗലോസ് എഴുതിയ കാര്യങ്ങളെ അവർ For example, കോട്ടിക്കളയുന്നു. we read the book of 2 Thessalonians. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിന്റെ 2-ാം But they അധ്യായത്തിൽ shall not come until there come a great falling ഒരു away. വിശ്വാസ ത്യാഗം ഉണ്ടാവുകയോളം ആ നാൾ വരികയില്ല എന്ന് താൻ എഴുതിയിട്ടുണ്ട്. You know, there's so many things that Paul has written in 1 Thessalonians chapter 4. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ അങ്ങനെയുള്ള വേദഭാഗങ്ങളിൽ പല കാര്യങ്ങൾ പൗലോസ് എഴുതിയിട്ടുണ്ട്. Where, you know, unlearned men, people who are not open to the Holy Spirit, cannot understand, that twist the word of God. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഈ കാര്യങ്ങളെയൊക്കെ കോട്ടിക്കളയുന്നുണ്ട്. You know, twist the other scriptures. അവർ ഈ വചനങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്നുണ്ട്. You know, saints of God, we are living in this time. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നാം They have ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. twisted God's അവർ word, ദൈവവചനത്തെ കോട്ടിക്കളയുന്നു, വളച്ചൊടിക്കുന്നു. that they may continue to live the way they want to അവർ live. ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന പോലെ ജീവിക്കുന്നതിനായിട്ടാണ് അത് ചെയ്യുന്നത്. And this is the warning, you know, Peter is giving. അതുകൊണ്ട് പത്രോസ് ഈ മുന്നറിയിപ്പുകളെയാണ് നൽകുന്നത്. He not only tells about what he has seen and understood, താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല പത്രോസ് he പറയുന്നത്. is warning with those words even the believers. ആ വാക്കുകളൊക്കെ താൻ അവരെ മുന്നറിയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് മാത്രമല്ല അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെയും താൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. Saying the same thing. പൗലോസും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെന്ന് താൻ പറയുന്നു. Some of those things are hard to ആ കാര്യങ്ങൾ understand. ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളതാണ്. Because of this, some men would take it and twist അത് കാരണം പലരും അതെടുത്ത് കോട്ടിക്കളയുന്നു to their own distress. അവരുടെ സ്വന്തം നാശത്തിനായി. And then he says in അതിനുശേഷം തുടർന്ന് 17-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ therefore പറയുന്നു. behold, seeing ye know these things before, beware lest ye also being led away with the error of the wicked fall from your steadfast. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനകൾ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. A warning with which he ends the താൻ ഈ ലേഖനത്തെ എത്ര ശക്തമായ ഒരു മുന്നറിയിപ്പോടാണ് അവസാനിപ്പിക്കുന്നത്. And then he says, but grow in grace and അതിനുശേഷം തുടർന്ന് താൻ പറയുന്നു, knowledge of our Lord and Savior Jesus Christ. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. Apostles, how they warned the saints of ഈ God. അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെയാണ് വിശുദ്ധന്മാരെ ആദ്യ നൂറ്റാണ്ടിൽ മുന്നറിയിപ്പ് നൽകിയെന്നാണ് നാം And കാണുന്നത്. how they were told to live in the anticipation of the coming of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനാലുള്ള ഒരു പ്രത്യാശയോടും അതുപോലെ ഒരു പ്രതീക്ഷയോടും എങ്ങനെ ജീവിക്കണമെന്ന് അവരെ Hallelujah. പഠിപ്പിച്ചു, മുന്നറിയിപ്പ് നൽകി. Amen. 2000 വർഷങ്ങൾക്ക് We മുമ്പ്. are closer to his coming than then. അന്നുള്ളതോടെ ഇന്ന് നമ്മൾ കർത്താവിന്റെ വരവിനോട് അടുത്താണ് ജീവിക്കുന്നത്. Peter and Paul, they were alive today. I don't know what they would have done. ഇന്ന് പൗലോസും പത്രോസും ഒക്കെ ജീവനോടെ ഇരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു എന്ന് Torn എനിക്കറിയില്ല. apart what's happening. നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടവർ എന്ത് ചെയ്യുമായിരുന്നു എനിക്കറിയില്ല. We thank God. വിശ്വന്മാരെ, God is faithful to minister his word even. തന്റെ വചനത്തെ ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. You know, as we നാം heard, കേട്ടതുപോലെ you know, prophecy is history written before. പ്രവചനം ചരിത്രം മുൻകൂട്ടി എഴുതപ്പെട്ടതാണ്. Yes. Now we thank God for all that we heard even last. കഴിഞ്ഞ ആഴ്ച നാം കേട്ട എല്ലാറ്റുമായി ദൈവത്തിന് സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് നാം കേട്ടു, നോഹയെ കുറിച്ച് നാം കേട്ടു. We heard how these people walked. അവരെങ്ങനെ ദൈവത്തോടെ നടന്നു എന്ന് നാം കേട്ടു. We heard about the life of obedience. അവരുടെ അനുസരണമുള്ള ജീവന വിധത്തെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച കേട്ട എല്ലാറ്റുമായി ദൈവത്തിന് നന്ദി. Yes. Now I want to move on today a little further. ഇന്ന് മുൻപോട്ട് കടന്നു പോകാൻ You താല്പര്യപ്പെടുന്നു. know, we see one thing about Noah is, നോഹയെ കുറിച്ച് നാം കാണുന്ന ഒരു കാര്യം, as we turn to the book of Genesis, ഉൽപ്പത്തി പുസ്തകം again, ഉൽപ്പത്തി പുസ്തകം just a few things. ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. May God help. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. I can't believe it's already 41 minutes. If it was some other church, the message is over. But I'm sure you're not unhappy with me. സമയം കടന്നുപോയി. So let's launch into the deep. നമുക്ക് ആഴത്തിലേക്ക് മുൻപോട്ട് പോകാം.
the Lord Jesus said unto Peter, launch into the deep. Okay, let's launch into ആഴത്തിലേക്ക് നമുക്ക് മുൻപോട്ട് Amen. പോകാം. All right. The book of Genesis chapter 6, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. and we just read one or two verses. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Verse 14. 14-ാം വാക്യം. Make thee an ark of gopher wood, rooms shalt thou make in the ark, and shall pitch it in and without with pitch. And this is the fashion which thou shalt make it of. The length of the ark shall be 300 cubits, the breadth of it 50 cubits, and the height of it 30 cubits. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. Yes. Now here we see the Lord revealing things unto Noah. ഇവിടെ നോഹയ്ക്ക് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. You know, as we heard in the നാം camp ക്യാമ്പ് മീറ്റിംഗിൽ കേട്ടതുപോലെ you know, we could see that Noah was on the side where God is at work. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ സ്ഥാനത്തായിരുന്നു നോഹ. He was on the side of the sun. ആ വെളിച്ചമുള്ള ആ സൂര്യന്റെ He was not on the ഭാഗത്തായിരുന്നു side താൻ. of darkness and shade. അന്ധകാരത്തിന്റെയും നിഴലിന്റെയും ഒരു ഭാഗത്തായിരുന്നില്ല താൻ. He was, he had positioned himself on the right side or on the side where God is at ദൈവം work. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ശരിയായ സ്ഥാനത്താണ് നോഹ ആയിരുന്നത്. And God very specifically spoke to us our great need to reposition ourselves. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ Where ആവശ്യവും God is at work. ദൈവം പ്രവർത്തിക്കുന്ന സ്ഥാനത്ത് നമ്മെ തന്നെ നിർത്തുന്നതാണ്. There is a great need for us to pick up our tents and put the pegs in the right place. അന്ധകാരത്തിൽ നിന്നും ആ നിഴലിന്റെ സ്ഥാനത്ത് നമ്മുടെ കൂടാരങ്ങളെ എടുത്ത് വെളിച്ചത്തിന്റെ ആ സ്ഥാനത്ത് നമ്മുടെ കൂടാരം അടിക്കേണ്ടതുണ്ട്. And may God help ദൈവം us. നമ്മളെ It was സഹായിക്കുമാറാകട്ടെ. a very specific word God gave unto us in the camp. ദൈവം വളരെ പ്രത്യേകമായ ഒരു വചനത്തെയാണ് ക്യാമ്പ് മീറ്റിംഗിൽ നമ്മോട് As we സംസാരിച്ചത്. read in Psalm 25, സങ്കീർത്തനം 25 നാം കാണുന്നത് പോലെ Psalm 25, സങ്കീർത്തനം 25 and verse 14, അതിന്റെ 14-ാം വാക്യം. it says, the secret of the Lord is with them that fear him, and he will show them his covenant. യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. Yes. So here we see very clearly ഇവിടെ നാം വളരെ വ്യക്തമായി കാണുന്നത് the secret of the Lord is with them who fear him. ദൈവത്തെ ഭയപ്പെടുത്തുന്നവർക്കാണ് ദൈവം തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. Yes. And then it says, and he will show them his covenant. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. You know, the Lord commits himself to reveal. ദൈവം വെളിപ്പെടുത്തുന്നതിനായി തന്നെ തന്നെ അങ്ങനെയുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. Yes. And we see that the Lord made a covenant even with Noah. നോഹയോട് താൻ ഒരു ഉടമ്പടി തന്നെ ചെയ്തു. Verse 18 we read 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. the book of Genesis chapter 6 verse 18, but with thee I will establish my covenant. ഉൽപ്പത്തി 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. The secret of the Lord is with them that fear him. നിന്നോടോ ഞാൻ ഒരു നിയമം ചെയ്യും. ദൈവത്തിന്റെ He will രഹസ്യം show them his തന്നെ covenant. ഭയപ്പെടുന്നവരോട് കൂടെയാണ്. അവർക്ക് തന്റെ നിയമത്തെ അവൻ The truth അറിയിക്കും. is that God began to reveal to Noah what is, what is yet to come. വരുവാനുള്ള കാര്യങ്ങളെ നോഹയ്ക്ക് താൻ വെളിപ്പെടുത്തി. Yes. And he now reveals to him about the ark. ഇപ്പോൾ തുടർന്ന് താൻ
ark. ആ പെട്ടകത്തെ കുറിച്ച് താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Yes. And tells him the measurements ആ thereof. പെട്ടകത്തിന്റെ അളവുകളൊക്കെ തന്നോട് So the കർത്താവ് Lord അരുളിച്ചു. is revealing his secret to those who fear the Lord. ദൈവത്തിന് ഭയപ്പെടുന്നവർക്ക് തന്റെ രഹസ്യങ്ങളെ താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. The mystery is only revealed to them who really fear the Lord. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ ദൈവം ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയുള്ളൂ. Yes. What Paul says, this mystery is revealed unto us. പൗലോസ് പറയുന്നത് ഞങ്ങൾക്ക് ഈ മർമ്മം വെളിവായി വന്നു. Saints of God, we see here in Noah a faithful man who worked for God. ദൈവത്തിനായി പ്രവർത്തിച്ച ഒരു വിശ്വസ്തനായ മനുഷ്യനെയാണ് നാം നോഹയിൽ കാണുന്നത്. Yes. Worked for God. ദൈവത്തിനായി പ്രവർത്തിച്ച മനുഷ്യൻ, A faithful വിശ്വസ്തനായ man മനുഷ്യൻ, who worked for God. വിശ്വസ്തനായ ദൈവത്തിനായി പ്രവർത്തിച്ച മനുഷ്യൻ. And we see God began to reveal to him. അദ്ദേഹത്തിന് ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. See, as we heard last നാം week, കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ to walk with God ദൈവത്തോടു കൂടെ നടക്കുവാൻ is a matter of step by step. അത് It's a matter of we moving on day by ഓരോ day. ദിവസവും ഒരു അടി വെച്ച് കർത്താവിനോട് നാം നടക്കുന്ന കാര്യമാണത്. You know, and if you think about one step at a നാം time, ഓരോ അടിയും വെക്കുന്ന കാര്യത്തെ കുറിച്ച് you ചിന്തിക്കുമ്പോൾ know that even in your own നമ്മുടെ life, ജീവിതത്തിൽ കൂടെ any journey begins with one step. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ യാത്രയും ആരംഭിക്കുന്നത് ആദ്യം ഒരു ചുവട് വയ്ക്കുന്നതിലൂടെയാണ്. It അതങ്ങനെയല്ലേ? starts with one step. അതൊരു ചുവടോടെയാണ് ആരംഭിക്കുന്നത്. But why is it when it comes to spiritual walk, we think so much എന്നാൽ about it? നമ്മുടെ ആത്മീയ യാത്രയുടെ കാര്യം എന്തുകൊണ്ടാണ് നാം പലപ്പോഴും അധികമായി You want to go ചിന്തിക്കുന്നത്? tomorrow to Kochi, നാളെ കൊച്ചിക്ക് പോകണമെങ്കിൽ you do not think about and collapse here. അതേക്കുറിച്ച് ചിന്തിച്ച് നമ്മളിവിടെ മയങ്ങി വീഴാറൊന്നുമില്ല. But you take one step അതിനുവേണ്ടി ഒരു ചുവട് നാം വെച്ചാൽ and മതിയാവും. you decide how you want to എങ്ങനെയാണ് go. പോകേണ്ടതെന്നുള്ള You want to go ഒരു by train or തീരുമാനത്തിൽ you want to go ആദ്യം by എത്തണം. air? ട്രെയിനിലാണോ അതോ ഫ്ലൈറ്റിലാണോ പോകുന്നത്? You don't take a flight from H to H222 നിന്ന് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റത്തില്ല. You take one step of faith from ഇവിടെ നിന്ന് here, വിശ്വാസത്തിന്റെ ഒരു അടി എടുക്കേണ്ടതുണ്ട്. and then you move on. ഇവിടുന്ന് എയർപോർട്ടിൽ And you പോകണം. reach your destiny. എയർപോർട്ടിൽ പോയിട്ട് പ്ലെയിൻ പിടിക്കണം. Even so it is in our അങ്ങനെ spiritual മാത്രമേ life. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ Don't look കഴിയുള്ളൂ. at the heights of Zion and collapse ഈ here. സിയോന്റെ ഉയർച്ചയൊന്നും കണ്ട് നാം മയങ്ങി വീഴരുത്. Take one step at a നമ്മുടെ ആത്മീയ time. ജീവിതത്തിൽ മുൻപോട്ട് നാം അടിവയ്ക്കണം. Who told you ever you can never reach the heights of ആ Zion? സിയോന്റെ ഉന്നതങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയില്ല എന്നാരാണ് പറഞ്ഞത്? അത് വ്യാജം പറയുന്ന പിശാചാണ് പറഞ്ഞത്. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളെ അവിടെ കൊണ്ടുവരുമെന്നാണ് ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ലേ? He said, I will bring you to the land of your ഞാൻ promise. നിങ്ങളെ വാഗ്ദത്തദേശത്ത് കൊണ്ടുവരുമെന്നാണ് ദൈവം അരുളി ചെയ്തത്. But then you must come out. അതിന് നിങ്ങൾ വെളിയെ വന്നേ മതിയാവും. The Lord said, I come to bring you out of നിങ്ങളെ Egypt. മിസ്രൈമിൽ നിന്ന് വെളിയെ കൊണ്ടുവരുന്നതിനായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്ന് ദൈവം That പറഞ്ഞു. step you have to take. ആ അടി നമ്മൾ എടുത്തു വെച്ചാൽ മതിയാവും. And the rest the Lord will help. നമ്മൾ ആ അടി എടുത്തു വെച്ച് കഴിയുമ്പോൾ തുടർന്ന് So ദൈവം നമ്മളെ don't മുമ്പോട്ട് make this കൊണ്ടുപോകും. walk with God a great issue and sit down and research about it. ഈ സിയോനിന്റെ ഉന്നതത്തിലേക്ക് വരുന്ന കാര്യം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് Don't go നമ്മളത് and study by. അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. You don't need any of ഈ these കാര്യങ്ങളല്ല ആവശ്യം. things. One step നമ്മൾ ഒരു ചുവട് എടുത്തു വെക്കണം, ഒരടി എടുത്തു വെക്കണം. in the fear of God, ദൈവഭയത്തിൽ trusting കർത്താവിൽ God. ആശ്രയിച്ചുകൊണ്ട് So saints of വിശുദ്ധന്മാരെ God, when you walk with കർത്താവിന്റെ God, കൂടെ നാം നടക്കുമ്പോൾ one of the beautiful things that you can experience നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന വളരെ മഹത്വകരമായ ഒരു കാര്യം, speaks to you. ദൈവം നമ്മോട് സംസാരിക്കും. You want to be there? നിങ്ങൾ അവിടെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? It's not sitting down and trying to prepare something for a Bible study. ഇത് ബൈബിൾ സ്റ്റഡിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു It's a കാര്യമല്ല. different life. ഇത് വ്യത്യസ്തമായ ഒരു ജീവിതമാണ്. It's a different ഇത് life. വ്യത്യസ്തമായ ഒരു ജീവിതമാണ്. If you walk with God, നാം കർത്താവിന്റെ കൂടെ നടക്കുന്നുവെങ്കിൽ God speaks to you. കർത്താവ് നമ്മളോട് സംസാരിക്കും. Because you began that walk hearing His voice. കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം And ആരംഭിച്ചത്. when you begin to walk, God begins to speak to you ദൈവം through His തുടർന്ന് നമ്മളോട് word സംസാരിക്കുവാൻ തുടങ്ങി. again. തന്റെ വചനം വീണ്ടും വീണ്ടും നമ്മോട് സംസാരിക്കും. And He tells ദൈവം you നമ്മളോട് പറയും. what you and we need നാം to do. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ നമ്മോട് പറയും. He will tell us what we need to know. നാം എന്താണ് അറിയേണ്ടതെന്ന് അവൻ നമ്മോട് പറയും. Yes. He will tell you what you ought to know and also what you ought to നാം do. എന്തറിയണം, എന്ത് ചെയ്യണമെന്ന് കർത്താവ് നമ്മളോട് പറയും. Yes. Can you believe this word? ഈ വചനത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾ കഴിയുമോ?
Can you accept this? ഈ വചനത്തെ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Or this Christian life and this spiritual life has become a system അതോ നമ്മുടെ that ജീവിതത്തിൽ is binding you, നമ്മളെ കട്ടിവയ്ക്കുന്ന ഒരു വ്യവസ്ഥിതിയായിട്ട് ഈ or is it ക്രിസ്തീയ become ജീവിതം a മാറിയോ? relationship wherein we walk അതോ നാം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ബന്ധമാണോ ഈ ക്രിസ്തീയ ജീവിതം? a system? Morning you get up, രാവിലെ എണ്ണീറ്റ് you have a quick ഒരു prayer, പ്രാർത്ഥന ചെയ്ത് you listen to the devotion. ഡിവോഷൻ കേട്ട് Please listen to the devotion, okay? Have you become a system? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു Very വ്യവസ്ഥിതിയായി sincere and box bound. ക്രിസ്തീയ ജീവിതമായി മാറിയോ? Or is it a relationship അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ദൈവത്തോടുള്ള ഒരു ബന്ധമാണോ? wherein you hear God, ദൈവശബ്ദത്തെ കേൾക്കുന്ന, you walk with Him? ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു ബന്ധമാണോ ഇത് അനുദിന ജീവിതത്തിൽ? Yes. Yes. क्या ये परमेश्वर के साथ एक रिश्ता बन रहा है या फिर ये सुबह उठते हुए एक व्यवस्था जैसा कि हमने प्रार्थना की, मनन पढ़ा, मनन सुना और वो एक व्यवस्था बन के Now, एक डब्बा के Yeah. Now listen. ശ്രദ്ധയോടെ കേൾക്കുക. Don't misunderstand. ഞാൻ പറയുന്നത് I'm not saying തെറ്റിദ്ധരിക്കരുത്. don't spend time with the Lord. Don't pray. I'm not saying കർത്താവിനോട് സമയം ചെലവഴിക്കരുത്, a system and order of things പ്രാർത്ഥിക്കരുത് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. minus the real Lord in it. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു വ്യവസ്ഥിതിയായി ഇത് മാറരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Is the Lord in it? കർത്താവ് അതിലുണ്ടോ? You know, that's അതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. this is a walk. ഇത് കർത്താവിനോടുള്ള This ഒപ്പം നടക്കുന്ന life കാര്യം. is a walk. It's a matter of a ഈ relationship. ജീവിതം കർത്താവിനോടൊപ്പം നടക്കുന്ന ഒരു ബന്ധമാണ്. प्रभु के साथ एक रिश्ते का चला है। Amen. So as you walk with നാം Him, കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ, and we look into the life of Noah. നോഹയുടെ ജീവിതത്തിൽ നാം കാണുമ്പോൾ It was like that. അതങ്ങനെയായിരുന്നു. He heard God. അവൻ ദൈവശബ്ദം കേട്ടു. It was one thing of walking with ആ ദൈവശബ്ദം കേട്ട് ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു You കാര്യമായിരുന്നു. know, God speaks to His ദൈവം children. തന്റെ ജനത്തോട് സംസാരിക്കും. Remember, ഒരു കാര്യം ഓർക്കണം, God's children are more than His servants. ഒരു കാര്യം നാം ഓർക്കണം, ദൈവജനം തന്റെ സേവകന്മാരിൽ ഉപരിയായവരാണ്. You know, you and I, as God's children, we are more than servants. ദൈവത്തിന്റെ സേവകന്മാരിൽ മേലായവരാണ് നാം. दासों से बढ़ के हैं और Yes, yes. As we read in the book of John chapter 15, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, John chapter 15, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14 14-ാം വാക്യം, and 15. 14-15 വാക്യങ്ങൾ. Ye are my friends, if you do whatsoever I command you. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. Yes, you are my friends. നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ. Henceforth I call you not servants, for the servant knoweth not what his Lord doeth. But I have called you friends, for all things that I have heard of my Father I have made known unto you. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. So remember, we are more than നാം servants. ദാസന്മാരിൽ ഉപരിയായവരാണ്. We are friends. നാം സ്നേഹിതന്മാരാണ്. God has shared and revealed His things to us. തന്റെ കാര്യങ്ങളെ ദൈവം നമ്മളോട് സംസാരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിതന്മാരാണെന്ന് വിളിക്കുന്നത്. അബ്രഹാമിനെ താൻ സ്നേഹിതൻ എന്നാണ് വിളിച്ചുകൊണ്ട് പറയുന്നത്. എങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെ അബ്രഹാമിൽ നിന്ന് മറച്ചു As വയ്ക്കും? we read the New പുതിയ Testament, നിയമത്തിൽ നാം വായിക്കുമ്പോൾ we go beyond even നാം friends. സ്നേഹിതന്മാരിൽ We ഉപരിയായവരാണ്. are called to be നാം sons. പുത്രന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. Not only know what is in the Father's heart, but who will be given with the authority and power to rule with him. പിതാവിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നത് മാത്രമല്ല, പിതാവിന്റെ കൂടെ വാഴുവാൻ തക്കോണം നാം അവകാശികളും കൂടെയാണ്.
how important it is for us to hear God നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കേണ്ടത്ര അനിവാര്യമാണ്. and walk with the Lord. കർത്താവിന്റെ കൂടെ നടക്കേണ്ടത് ഇത്ര ആവശ്യമാണ്. He is ever willing to reveal. കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ I want to underline ദൈവം this. എപ്പോഴും ഒരുക്കമുള്ളവനാണ്. कि वो सदा तैयार है प्रकट करने के लिए। So here we find Noah, a faithful man who worked for God. ഇവിടെ നാം നോഹയെ വിശ്വസ്തനായ ഒരു മനുഷ്യനായി ദൈവത്തോടൊപ്പം പ്രവർത്തിച്ച ഒരു മനുഷ്യനായി കാണുന്നു. के काम में संलग्न था उसके साथ। And he was given, as we looked at this verse in chapter 6 of Genesis, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ he was given with the task of building this huge ഈ വലിയ ark. പെട്ടകത്തെ പണിയുന്ന ഉത്തരവാദിത്തത്തെ ദൈവം അവന് നൽകി. Yes. And it was a great task അതൊരു വലിയ ദൗത്യമായിരുന്നു. एक लक्ष्य से दिया to make a wooden vessel ആ മരം കൊണ്ടുള്ള ഒരു പെട്ടകം that would ഉണ്ടാക്കുന്നത്, survive the flood waters ആ ജലപ്രളയത്തെ അതിജീവിക്കുന്ന ഒരു പെട്ടകം, and keep Noah and family safe and all the animals safe. നോഹയും കുടുംബത്തെയും മറ്റുള്ള എല്ലാ മൃഗജാലങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു പെട്ടകം. And remember, ഒരു കാര്യം ഓർക്കണം, God gave the design, as we heard. അതിന്റെ ആ ഡിസൈന് ദൈവമാണ് നൽകിയത്. Yes. Where all the animals and the family, Noah and the family, they all will be kept. നോഹയും കുടുംബവും സർവ്വ മൃഗജാലങ്ങളും സുരക്ഷിതമായിരിക്കുന്ന ഒരു പെട്ടകം. They all will remain alive. അവരെ എല്ലാവരെയും ജീവനോടെ കാത്തു സൂക്ഷിക്കുന്ന Now പെട്ടകം. remember one thing. You know, when you look at this vessel ഒരു here, കാര്യം ഓർക്കുക, ഈ പെട്ടകത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ you know, this ഈ ark, പെട്ടകം ये जहाज this ark was, you know, designed for only flotation, for floating. ഈ പെട്ടകം ജലത്തിന്റെ മേൽ ഉയർന്നു നിൽക്കുവാൻ മാത്രമാണ് ഉണ്ടാക്കപ്പെട്ടത്. पर ये तैर सके। Not for navigation. അത് വന്നിട്ട് ഗതാഗതത്തിന് വേണ്ടിയല്ല. Navigation क्या बोलते हैं? चलाने के लिए नहीं. के लिए नहीं नहीं है. Do you understand? Any ship or boat ഈ പെട്ടകം ജലത്തിന്റെ മേൽ for flotation, but it's also for പൊങ്ങി navigation. നിൽക്കുന്നതിന് മാത്രമാണ്, അല്ലാതെ അത് ഓടിക്കുന്നതിന് വേണ്ടിയല്ല. Now that's the design of the Lord. അതാണ് കർത്താവ് ഉണ്ടാക്കിയ പെട്ടകത്തിന്റെ സവിശേഷത. Never see a ship like അങ്ങനെയുള്ള ഒരു കപ്പൽ നമുക്കിന്ന് കാണുവാൻ കഴിയില്ല. this. Ark had no engine. ഈ പെട്ടകത്തിന് എഞ്ചിനൊന്നും It ഉണ്ടായിരുന്നില്ല, had no sail. ഇതിന് യന്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, It had no rudder or ഇതിന് പായോ അല്ലെന്ന് വരില്ല, ഇതിനെ നിയന്ത്രിക്കുന്ന ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. engineer. The Lord was. കർത്താവ് എത്ര വലിയൊരു എഞ്ചിനീയർ ആയിരുന്നു. Amen. Today's engineers will laugh at this great engineer. ഈ വലിയവനായ ദൈവം Created heavens and the earth. സ്വർഗത്തെയും ഭൂമിയും ഉണ്ടാക്കിയ Hath not ദൈവത്തിന്റെ made the wisdom of man foolishness. ഈ പ്രവർത്തന രീതി കണ്ട് ബുദ്ധിമാന്മാരൊക്കെ ഭോഷന്മാരായിത്തീരും. Nice, Abji. Let's turn to that. Ah. Verse 20, chapter 1 of 1 Corinthians. കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, Verse 19 and 19-20 വാക്യങ്ങൾ. For it is written, I will destroy the wisdom of the wise and will bring to nothing the understanding of the prudent. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Where is the wise and where is the scribe? Where is the disputer of this world? Hath not God made foolish the wisdom of this world? ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? Yes. Amen. Where's the wise man? എവിടെയാണ് ജ്ഞാനി? Saints of God.
This is God's will. ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. God gave a plan to Noah, and he was to build it in all simplicity, without any questions, as God had designed it. ദൈവം എങ്ങനെ പദ്ധതിയിട്ടോ അതനുസരിച്ച് ഒരു പെട്ടകത്തെ ഉണ്ടാക്കുന്നതിനുള്ള ദൗത്യം നോഹയ്ക്ക് നൽകി. അതിനെക്കുറിച്ച് യാതൊരു ചോദ്യം ചെയ്യാതെ അത് ചെയ്യുകയായിരുന്നു അവന്റെ ഉത്തരവാദിത്വം. As I said, it had no engine, അതിന് യന്ത്രം no ഉണ്ടായിരുന്നില്ല, sail or rudder or അതിന് പായോ അതിനെ നിയന്ത്രിക്കുന്ന മറ്റുള്ള ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. huge wooden box ഇത്ര വലിയ ഒരു മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകം supposed to float in the അത് വെള്ളത്തിന്റെ മേൽ പൊങ്ങി നിൽക്കുന്നതിന് മാത്രം ഉണ്ടാക്കപ്പെട്ടതായിരുന്നു. and Noah and family and all the animals, they were to be safe in this vessel. ഈ പെട്ടകത്തിലാണ് നോഹയും കുടുംബവും മൃഗജാലങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കേണ്ടത്. I thank God, God himself was the navigator. ദൈവം He തന്നെയായിരുന്നു himself was the control of the whole ark. ആ പെട്ടകത്തെ ഓടിച്ചതും നിയന്ത്രിച്ചതും. नियंत्रण करता और इस जहाज को आगे बढ़ाने वाला. You know, and so we see that Noah was involved in building this ഈ ark. പെട്ടകത്തെ പണിയുന്ന പ്രവൃത്തിയിലായിരുന്നു നോഹ You know, and നിരതനായിരുന്നു. it's a strange looking vessel there. ഇതൊരു അന്യമായ പെട്ടകമായി കാണപ്പെട്ടു. अजीब दिखता था. And think of all the reproach and ridicule he would have faced in his lifetime. തന്റെ സമയത്ത് താൻ എത്രത്തോളം പരിഹാസങ്ങളൊക്കെ സഹിച്ചു കാണുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. हर प्रकार की But आलोचनाएं और निंदाओं को देख he worked for എന്നാൽ God. അവൻ വിശ്വസ്തമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ഭാഗത്ത് അവൻ നിന്നു. Yes. And as we heard നാം കേട്ടതുപോലെ a couple of weeks back, ചില ആഴ്ചകൾ മുമ്പ് he was involved with something that he could not prove himself. തനിക്ക് തെളിയിക്കുവാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് താൻ ഏർപ്പെട്ടിരുന്നത്. Yes. He could not provide. അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നൽകുവാനുള്ള കഴിവ് അവനില്ലായിരുന്നു. Yes, a ground of proof for what he was താൻ doing. ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെളിവുകളൊന്നും തനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. और प्रमाण की वो दे नहीं सकता. You know, and remember one ഒരു കാര്യം ഓർക്കണം, when you have no proof for what you're നാം doing, ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെളിവൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ऐसा कोई प्रमाण ना हो जो काम आप कर answers to your intellect നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് കൊടുക്കാനുള്ള and the മറുപടിയൊന്നും wise ഇല്ലെങ്കിൽ questions of your own intellect. നമ്മുടെ ബുദ്ധി ചോദിക്കുന്ന ബുദ്ധിപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതിരിക്കുമ്പോൾ बड़े बुद्धिमानी And I want to tell you, saints, Satan reacts to such kind of faith in your നിങ്ങളുടെ life. ജീവിതത്തിലും എന്റെ ജീവിതത്തിലുള്ള അങ്ങനെയുള്ള വിശ്വാസത്തോടാണ് ശത്രു പ്രതികരിക്കുന്നത്. विश्वास के विरोध में एक निश्चित ही एक प्रश्न उस पे करता है. You know, when you say that I am living this life unto the Lord because He has spoken to me, He has spoken to us about what is coming. കർത്താവിനോട് സംസാരിച്ചുകൊണ്ടാണ് ഈ ജീവിതം ഞാൻ ജീവിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. Yes. You know, the enemy is going to attack that kind of faith. അങ്ങനെയുള്ള വിശ്വാസത്തെ ശത്രു തീർച്ചയായിട്ടും എതിർക്കും, അതിന് You വിരോധമായിട്ട് know, when പോരാടും. you look at the whole humanity today, ഇന്ന് മനുഷ്യരാശി ആകമാനം നോക്കുമ്പോൾ you know, everyone is looking for quick return. തങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അവർക്ക് ലാഭം ഉണ്ടാകുന്നതിനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. उसका प्रतिफल मिले. Yes, one bird in hand is better than two in the bush, right? കയ്യിലുള്ള ഒരു So, the പക്ഷിയാണ് natural mind always looks for quick returns. Proof. കാട്ടിലുള്ള രണ്ട് പക്ഷികളിൽ മേലാണത്. Something മനുഷ്യൻ എപ്പോഴും substantial, തെളിവുകളെ, something in hand. തന്റെ കയ്യിലുള്ള കാര്യങ്ങളെയാണ് അവൻ ആശ്രയിക്കുന്നത്. मनुष्य या सामान्य जो लोग हैं Yes. चाहते हैं कि उन्हें जो है जल्दी से उनको उनका प्रतिफल मिल जाए उनके हाथों में. Yes. You know, remember one ഒരു thing. കാര്യം നാം ഓർക്കണം, This is true. ഇത് സത്യമാണ്. I know I had to struggle with this in my എന്റെ life. ജീവിതത്തിൽ ഇതിനോട് ഞാൻ പോരാടേണ്ടത് I have to continually struggle with this in എന്റെ my own ജീവിതത്തിൽ life. തുടർന്ന് ഞാൻ ഇതിനോട് പോരാടേണ്ടതുണ്ട്. Yes. You know, the human nature, മനുഷ്യ സ്വഭാവം स्वभाव है मनुष्य का. it is very difficult to work in abstract terms. ഒരു അവ്യക്തമായ കാര്യങ്ങളോട് പ്രവർത്തിക്കുക വളരെ പ്രയാസമുള്ളതാണ് वाक्य മനുഷ്യന്. उस पे काम करना एक कठिन काम होता है. Abstract terms. അവ്യക്തമായ കാര്യങ്ങളുമായി പ്രവർത്തിക്കുന്നത്. जो दिखते नहीं. आप देखिए. Ah, correct. You know, to do something, spend your time, work on something, submit yourself to something which are abstract. കാണുവാൻ കഴിയാത്ത അവ്യക്തമായ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ബുദ്ധിശൂന്യമായിട്ടാണ് കരുതപ്പെടാറുള്ളത്.
Satan attacks that kind of faith. അങ്ങനെയുള്ള നമ്മളുടെ വിശ്വാസത്തിന് വിരോധമായിട്ട് I know how ശത്രു much I have to struggle in my own പ്രവർത്തിക്കും, life. ആക്രമിക്കും. We all have to. നാം അതിന് വിരോധമായിട്ട് പോരാടേണ്ടതുണ്ട്. Because we are not able to show proof. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ സംഘർഷമുണ്ട്. നമുക്കതിന് തെളിവൊന്നും നൽകുവാനില്ല. And to work for God ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. in abstract terms, it's something that Satan കാണുവാൻ കഴിയാത്ത അവ്യക്തമായ കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നാം പ്രവർത്തിക്കണം. ഇതിനെയാണ് ശത്രു ആക്രമിക്കുന്നത്. The question comes, I don't know if it has come to you. How do you know if you have mistaken? നിങ്ങൾ തെറ്റാണോ ചെയ്യുന്നതെന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ കഴിയും എന്ന ചോദ്യം ഉയർന്നു വരും. ये गलत धारणा है आपका. ഇത് തെറ്റായ ധാരണയാകരുതോ? Am I talking about you? നിങ്ങളെ കുറിച്ചാണോ ഞാൻ പറയുന്നത്? Yes, thank you, brother. The oldest in the group said, it is true. I believe him. Is it really true? Glorious bride? ഈ മഹത്വമുള്ള സഭ ഇതെല്ലാം യാഥാർത്ഥ്യമാണോ? Is there any church glorious so far? ഇതുവരെ ഇങ്ങനെ മഹത്വമുള്ള സഭ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? People ask you that, isn't it? Show me one church. ജനങ്ങൾ ഇങ്ങനെ Then I ചോദിക്കാറില്ലേ? will come to your church. ഇങ്ങനെയുള്ള ഒരു സഭ എവിടെ ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് കാണിക്കും. आप एक church दिखाओ, मैं आपके church में आ जाऊंगा. ആ സഭയൊന്ന് കാണിക്കും, ഞാൻ അവിടെ വരാം എന്ന് ജനങ്ങൾ പറയും. He is a wise man. He does not know that he is the fool ഇങ്ങനെയാണ് ബുദ്ധിമാന്മാരൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ അവർ of all the fools. Now listen very carefully. ഭോഷന്മാരാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. You know, therefore, to give ourselves to things which are abstract is not easy. അവ്യക്തമായ കാണാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് Because the ഭോഷത്വമായാണ് natural mind മനുഷ്യൻ always കരുതുന്നത്. looks for proof, and the enemy attacks that kind of faith working in. പ്രാകൃത മനുഷ്യൻ എപ്പോഴും തെളിവുകളെ ആരായുന്നവനാണ്. അവന് ഇത് ഭോഷത്വമാണ്. ശത്രു ഇങ്ങനെയുള്ള വിശ്വാസമാണ് ആക്രമിക്കുന്നത്. How do you know നിങ്ങൾക്ക് ഇതെങ്ങനെ അറിയാം? that this is the? ഇത് സത്യമാണ് നിങ്ങൾക്ക് അങ്ങനെ അറിയാം? How do you know, brother Joy is telling you? സഹോദരൻ ജോയ് സത്യമാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ അറിയാം? Have you? How many times you have talked about like that in your own heart? I have not heard you, but you. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. You didn't translate that. You coughed it away. All right. Now, how do you know? എങ്ങനെ നിങ്ങൾക്ക് അറിയുവാൻ This കഴിയും? man is telling the. സഹോദരൻ പറയുന്നത് സത്യമാണ്, നിങ്ങൾക്ക് എങ്ങനെ അറിയുവാൻ How കഴിയും? about all other people? മറ്റുള്ളവരെല്ലാം പറയുന്നത് അപ്പൊ Okay, അസത്യമാണ്. I'm in this church, I listen to him, but ഞാൻ ഈ സഭയിലാണ് സഹോദരൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്റെ ഉള്ളിൽ ചോദ്യമുണ്ട്. are we true? ഞങ്ങൾ പറയുന്നത് സത്യമാണോ? How about all these people? മറ്റുള്ളവരെല്ലാം പറയുന്നത് അപ്പൊ അസത്യമാണ്. Are they fools? അവർ ഭോഷന്മാരാണോ? And I know this man for many years. എനിക്ക് മനുഷ്യൻ അനേക വർഷമായിട്ട് അറിയാം. Going to Bible college. അദ്ദേഹം ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. Think about it. What do you say? ഇതുകൊണ്ട് ഇത് സത്യമാണെന്ന് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. ശ്രദ്ധയോടെ കേൾക്കുക. It's difficult ഇത് പ്രയാസമുള്ള കാര്യമാണ്. when it comes to abstracts. അവ്യക്തമായ കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പ്രയാസമുള്ള I കാര്യമാണ്. find it very, very അത് difficult. വളരെ പ്രയാസമുള്ള കാര്യം How തന്നെയാണ്. do you know if you're right, if I'm wrong? ഇത് ശരിയാണോ? Because എന്താണ് it's ഉറപ്പ്? not proved yet. എന്തുകൊണ്ടെന്നാൽ ഇതിന് തെളിവൊന്നുമില്ല. Don't have anything to ഇതിനെ തെളിയിക്കാനൊന്നുമില്ല. talk about the Feast of Tabernacles. God is going to fulfill it. Show in one place. ഈ സമാഗമന കൂടാര പെരുന്നാളൊക്കെ നിറവേറുമെന്നതിന് എന്താണ് തെളിവുള്ളത്? It is yet to be fulfilled. അത് It was never fulfilled in the New Testament. ഇനിയും നിറവേറുവാനുള്ള പുതിയ നിയമത്തിൽ ഒരിക്കലും നിറവേറിയിട്ടില്ല. ഇതിന് എന്ത് തെളിവാണുള്ളത്? आए नहीं, अभी प्रमाणित हुआ ही नहीं, Yes. और वो आने वाली चीज है जो कि आने वाला. You know, and the reality is, യാഥാർത്ഥ്യം എന്താണ്? let me tell you യാഥാർത്ഥ്യം the എന്താണെന്ന് വെച്ചാൽ conviction of my own heart. എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുവാൻ കഴിയും. It is laid on you by God. ദൈവമാണ് ഇത് നിങ്ങളുടെ മേൽ വെച്ചിട്ടുള്ളത്. Yes. It's laid upon you. ഇത് നിങ്ങളുടെ മേൽ ദൈവമാണ് വെച്ചിട്ടുള്ളത്. And you sense the urge of God in your own നിങ്ങളുടെ heart. ഹൃദയത്തിൽ ഇതിന്റെ ഒരു Yes. And that you have to obey that voice of God in your അതിന്റെ ഒരു life. നിർബന്ധത നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ദൈവശബ്ദത്തെ കേൾക്കേണ്ട And ഉത്തരവാദിത്വമുണ്ട്. this was true of Noah. നോഹയുടെ ജീവിതത്തിൽ അത് അങ്ങനെയായിരുന്നു. And I want to tell you, I'm so strengthened from the meditation on this man and the time in which we are. ഈ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്
ധ്യാനം ചെയ്യുന്നതും അതുപോലെ ഈ സമയത്തെ കുറിച്ച് You know, ചിന്തിക്കുന്നത് എനിക്ക് I വലിയൊരു see more അനുഗ്രഹമായിരുന്നു. and more myself there. എന്റെ ജീവിതത്തെ ആ സ്ഥാനത്ത് എനിക്ക് കാണുവാൻ I കഴിയും. see more and more we as a people of God. ദൈവജനങ്ങളായ നമ്മളെ ആ സ്ഥാനത്ത് കാണുവാൻ എനിക്ക് And കഴിഞ്ഞു. can you see that അത് yourself? നിങ്ങൾക്ക് കാണുവാൻ And കഴിയുന്നുണ്ടോ? that's what the effort of the Spirit today morning. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിന്റെ ഭാരം അതാണ്. To see yourself there. നിങ്ങൾ അവിടെ നിങ്ങളെ കാണുന്നതിനായിട്ട്. Yes. You cannot prove things to be right. കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. Yes, yet it is laid on എന്നാൽ you. ദൈവം ഇത് നിങ്ങളുടെ മേൽ And വെച്ചിരിക്കുന്നു. this was the state that Noah was in his life. നോഹയുടെ ജീവിതത്തിൽ ഇതായിരുന്നു അവന്റെ അവസ്ഥ. जैसा कि नूह के समय में नूह के जिंदगी में It was laid on അവന്റെ him. മേൽ ദൈവം ഇത് വെച്ചു. It was revealed. ദൈവം to him. അവനത് വെളിപ്പെടുത്തി. It was shown. ദൈവം to അവനത് him. കാണിച്ചു. Yes. And that urge was within Noah. നോഹയുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ആന്തരികമായിട്ടുള്ള പ്രേരണ That he ഉണ്ടായി. needs to obey that what God has ദൈവം അവന് said. കാണിച്ച കാര്യത്തെ അനുസരിക്കണം എന്നുള്ള ഒരു പ്രേരണ അവനുണ്ടായിരുന്നു. I want to tell you, saints, this is what is going to keep us in these. ഈ അന്ത്യനാളുകൾ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ പോകുന്ന ഇതാണ്. Remember ഒരു that. കാര്യം ഓർക്കണം. That Noah did these things in a time when the Lord is wrapping up one dispensation, one order of things, and bringing in a new order. ഒരു യുഗം, ഒരു ക്രമം അതിന്റെ അവസാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പുതിയ ഒരു യുഗത്തിലേക്കും ക്രമത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു സമയമായിരുന്നു It's അത്. the history of അത് നോഹയുടെ ഒരു ചരിത്രമായിരുന്നില്ല. but it's prophetically seeing what Noah's time was and how it relates to us today in our. നോഹയുടെ സമയം പ്രവചനപരമായി നമ്മുടെ സമയത്തോടെ വളരെ ബന്ധമുള്ളതും പ്രവചനപരമായതുമായിരുന്നു. है जो कि हमारे दिनों के विषय में Yes. So it's laid on us. നമ്മേൽ ഇത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. Yes. And there's an urge of God that you sense and feel from within. ആന്തരികമായി ദൈവത്തിന്റെ ഒരു പ്രേരണയെ നമ്മൾ അനുഭവിക്കുന്നു. That you have to obey. ദൈവം പറഞ്ഞ കാര്യം അനുസരിച്ച് You മതിയാകുന്ന ഒരു have to പ്രേരണ. stand with God. ദൈവത്തോട് നിൽക്കണമെന്ന ഒരു പ്രേരണ. You have to work for ദൈവത്തിനായി God. പ്രവർത്തിക്കണമെന്ന ഒരു പ്രേരണ. Yes. You have to obey. ദൈവത്തെ അനുസരിക്കണമെന്ന പ്രേരണ. Sense that urge within അങ്ങനെയുള്ള ഒരു പ്രേരണയെ ഉള്ളിൽ നമ്മൾ കാണുന്നു. you. And this cannot be brought about by any other means unless you hear God in your ദൈവ ശബ്ദം കേൾക്കുന്നതല്ല മറ്റൊരു വിധത്തിലും ഈ പ്രേരണ നമ്മിൽ ഉളവാകുകയില്ല. हमारे हृदय में आएंगी किसी और माध्यम से नहीं And the reality is that when all these things are ഈ happening, കാര്യങ്ങളെല്ലാം സംഭവിച്ചു no കൊണ്ടിരുന്നപ്പോൾ one understands you. ആരും നമ്മളെ മനസ്സിലാക്കുകയില്ല No one understands you as a body. എന്നതാണ് യാഥാർത്ഥ്യം. നാം ദൈവത്തിന്റെ ഒരു ശരീരമായ സഭയാണെന്ന് അവർ മനസ്സിലാക്കുകയില്ല. No one understands your obedience. നമ്മുടെ അനുസരണത്തെ ആരും മനസ്സിലാക്കുകയില്ല. No one understands your choice. നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ ആരും മനസ്സിലാക്കുകയില്ല. No one understands your decision. നമ്മുടെ തീരുമാനങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുകയില്ല. No one appreciates. അതെ ആരും അഭിനന്ദിക്കുകയില്ല. And I want to tell you, saints, that's the reality of your life. And നിങ്ങളുടെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെയും വാസ്തവികത അതാണ്. And if you haven't faced it, നിങ്ങളത് അഭിമുഖീകരിച്ചിട്ടില്ലെങ്കിൽ you will face it if you stand along with God in this. കർത്താവിനോടൊപ്പം ഈ വർത്തമാന സമയത്ത് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും, അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. No one can see the value of what you are seeing. The value of what you are seeing, they cannot see. നിങ്ങൾ കാണുന്ന കാര്യങ്ങളുടെ വിലയെ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുകയില്ല. They cannot see the value of your obedience. നിങ്ങളുടെ അനുസരണത്തിന്റെ ആ മൂല്യത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. How often we will say, many of our young people say, they are doing, പലപ്പോഴും why can't we do it? യുവജനങ്ങൾ പറയുന്നത് അവർ ചെയ്യുന്ന അതുകൊണ്ട് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ. Many a time we all say that. Say, പലപ്പോഴും നമ്മൾ എല്ലാവരും അത് പറയാറുണ്ട്. "उन लोग कर रहे, they are also God. അവരും ദൈവജനങ്ങളല്ലേ, അവര് ചെയ്യുന്നില്ലേ, They are also Christians." അവരും ക്രിസ്ത്യാനികളല്ലേ. Since ക്രിസ്തന്മാരെ they don't see the value of your obedience. നമ്മുടെ അനുസരണത്തിന്റെ മൂല്യത്തെ അവർ മനസ്സിലാക്കുന്നില്ല. Yes. None can see the value of what you are doing. No one could see the value of what Noah
and family. നാം ചെയ്യുന്ന കാര്യങ്ങളുടെ മൂല്യത്തെ മറ്റുള്ളവരാൽ മനസ്സിലാക്കുവാൻ കഴിയില്ല. നോഹ ചെയ്ത കാര്യങ്ങളുടെ ആ വിലയെ മറ്റുള്ളവർ കാണുവാൻ കഴിഞ്ഞില്ല. Because everybody is looking for the result of what you are നാം doing. ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് ഫലമുണ്ടെന്നാണ് മറ്റുള്ളവർ നോക്കുന്നത്. That's what they're looking for, the result. The അതുകൊണ്ട് എന്ത് ഫലമുണ്ട്, അതുകൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടെന്നൊക്കെയാണ് അവർ നോക്കുന്നത്. They are looking to see the value. നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് മൂല്യമുണ്ട് എന്നാണ് അവർ കാണുവാൻ അവർ നോക്കുന്നത്. Immediately. അതുകൊണ്ട് എന്ത് ഫലമുണ്ട് എന്നാണ് അവർ നോക്കുന്നത്. But we can't show it. അത് നമുക്ക് കാണിക്കുവാൻ കഴിയുകയില്ലല്ലോ. Amen. Why are you doing? എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? Why you can't be part of us? എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾ Why are you not joining? ഇരുന്നുകൂടാ? ഞങ്ങളോട് എന്തുകൊണ്ട് യോജിച്ചുകൂടാ? No, I cannot. വേണ്ട, ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? I cannot. എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ല? If you tell them, I am looking for a glorious bride. ഞാനൊരു മഹത്വമുള്ള സഭയ്ക്കായി കാത്തിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ നമുക്ക് പരിഹസിച്ചിരിക്കും. Where is the bride? എവിടെയാണ് മണവാട്ടി? You have nothing to prove to them. അവർക്ക് വെളിപ്പെടുത്തുവാൻ നമ്മുടെ പക്കൽ തെളിവൊന്നുമില്ല. Yes. So they are looking for the necessity of such a life. Why? Show us. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കണം? അതിനുള്ള തെളിവുകളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും കൊടുക്കുവാൻ കഴിയുകയില്ല. And it's very difficult. ഇത് വളരെ പ്രയാസമുള്ള കാര്യം. To prove to them. അവർക്ക് തെളിയിച്ചു കൊടുക്കുക സാധ്യമല്ല. And this was true in the life of Noah and നോഹയുടെ ജീവിതത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. see, your obedience, നമ്മുടെ അനുസരണം, the decisions you നാം make, എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തിരഞ്ഞെടുപ്പ്, it becomes so foolish to the eyes of many around നമുക്ക് us. ചുറ്റിലുള്ള അനേകരുടെയും മുമ്പിൽ അതൊരു ഭോഷത്വമാണ്. Because they don't see the value. എന്തുകൊണ്ടെന്നാൽ അതിന്റെ വിലയെ അവർ മനസ്സിലാക്കുന്നില്ല, അതിന്റെ മൂല്യത്തെ അവർ If your മനസ്സിലാക്കുന്നില്ല. eyes are open to see your calling and the purpose of God in your life, then you will see the value of that obedience. നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക വിളിയെയും ദൈവിക ഉദ്ദേശത്തെയും നാം മനസ്സിലാക്കുന്നുണ്ടെന്ന് വരില്ല. ഈ വേർപാടിന്റെ വിലയെയും മൂല്യത്തെയും അതിന്റെ ആവശ്യകതയും നാം മനസ്സിലാക്കും. The value of it. അതിന്റെ മൂല്യത They മനസ്സിലാക്കും. don't see the absolute necessity that you have to make a choice which is different from the rest of them. മറ്റുള്ളവരിൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പ് നാം ചെയ്യണമെന്നുള്ള ആവശ്യത്തെ അവർ മനസ്സിലാക്കുന്നില്ല. Your absolute necessity to choose what you are choosing. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Yes, this I have to choose. ഇത് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. That absolute necessity you sense within you. നാം നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ആ ആവശ്യത്തെ അവർക്ക് ഉണരുവാൻ കഴിയുന്നില്ല. Is essential for me. നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കുന്ന ബോധ്യമാകുന്ന ആ ആവശ്യത്തെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. Your colleague, your friend, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹവിശ്വാസികൾ ആ കാര്യത്തെ കാണുവാൻ അവർക്ക് കഴിയുകയില്ല. do you understand? ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? And Noah stood with God. നോഹ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു. Yes. And as we heard, നാം കേട്ടതുപോലെ all that Noah did നോഹ ചെയ്തതെല്ലാം relates to a day that is yet. വരുവാനുള്ള ഒരു നാളിനായിട്ടായി. Yes. God was preparing for that day. ദൈവം ആ നാളിനായി ഒരുങ്ങുകയായിരുന്നു. That day. When that day comes, ആ നാൾ വരുമ്പോൾ, then അപ്പോൾ there will be something prepared of God. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്നുണ്ടായിരിക്കും. Prepared of ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്നുണ്ടായിരിക്കും. When that day ആ comes, നാൾ വരുമ്പോൾ there will be something that is prepared of God. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്നുണ്ടായിരിക്കും. Prepared of ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്ന്.
परमेश्वर का द्वारा बनाया गया. से या परमेश्वर द्वारा वो निर्मित किया हुआ. Yes. You know, and so that is important. അതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. God is preparing for that. ദൈവം ആ നാളിന് വേണ്ടിയാണ് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And when that day ആ നാൾ comes, വരുമ്പോൾ God will have something that is prepared of God. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്നുണ്ടായിരിക്കും. Something that is necessary. ആവശ്യമുള്ള ഒന്ന്. And necessity is going to arise. അങ്ങനെയുള്ള ഒരു ആവശ്യം ഉയർന്നു വരും. And necessity is going to arise. അങ്ങനെയുള്ള ഒരു ആവശ്യം ഉയർന്നു വരും. अंदर से हमारा अंदर नहीं है. There is going to be a necessity. नेसेसरी जो आवश्यकता है वो खड़ी हो. Yes. A situation will come. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരും. स्थिति आई And God will have that is prepared of. ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒന്ന് ആ സമയത്തുണ്ടായിരിക്കും. जो परमेश्वर के द्वारा तैयार की गई है Yes. उस स्थिति के लिए. So we see that Noah was involved in something that was for the day that was coming. വരുവാനുള്ള നാളിനായിട്ടുള്ള ഒരു കാര്യത്തിലായിരുന്നു, അതിനായി ഒരുക്കുന്ന ഒരു കാര്യത്തിലായിരുന്നു നോഹ ഏർപ്പെട്ടിരുന്നത്. How enemy attacks that kind of faith in you. നമ്മിലുള്ള അങ്ങനെയുള്ള വിശ്വാസത്തിന് വിരോധമായിട്ടാണ് ശത്രു പോരാടുന്നത്. അതിനെയാണ് അവൻ ആക്രമിക്കുന്നത്. Yes. You know, when you invest your life for God, standing with God, for that what God requires for the day ahead. വരുവാനുള്ള നാളിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നാം ചെയ്യുമ്പോൾ Yes. അങ്ങനെയുള്ള വിശ്വാസത്തെയാണ് ശത്രു ആക്രമിക്കുന്നത്. उस बात से खुश नहीं वो उस पे प्रहार उस विश्वास का होता Saints of God. But always remember, വിശ്വന്മാർ ഒരു കാര്യം നാം that's ഓർക്കണം. why we need an understanding by the അതുകൊണ്ടാണ് നമുക്ക് ആത്മാവിനാലുള്ള ഒരു ഗ്രാഹ്യം ആവശ്യമായിരിക്കുന്നത്. We request us to take time to meditate on this word that you are hearing. നാം കേൾക്കുന്ന ഈ വചനത്തെ നാം ധ്യാനിക്കുന്നതിനായിട്ട് സമയമെടുക്കണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. Not enough that we heard നാം it കേട്ടത് കൊണ്ട് and മാത്രമായില്ല. we could absorb it mentally, but it must become a light unto our spiritual man. കേട്ടത് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ മനസ്സിലാക്കിയത് കൊണ്ടോ കാര്യമില്ല. അതിലുപരിയായിട്ട് നമ്മുടെ ആത്മാവിൽ അത് പരിശുദ്ധാത്മാവിനുള്ള ഒരു വെളിച്ചമായി പരിണമിക്കണം. Enemy reacts to that kind of light. അങ്ങനെയുള്ള ജീവിതത്തോടെ ശത്രു തീർച്ചയായിട്ടും പ്രതികരിക്കും. शत्रु हमेशा कोशिश Enemy reacts to that kind of. അങ്ങനെയുള്ള വിശ്വാസത്തോടെ അവൻ പ്രതികരിക്കും. में वो अपनी प्रतिक्रिया देता Yes. Enemy, reacts and attacks and comes against those lives who would stand for that kind of, thing that God wants to build in this hour for His own sake. ഈ സമയത്ത് ദൈവം തന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് പണിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ആ കാര്യത്തിൽ വ്യാപൃതരാകുമ്പോൾ അതിനോട് ശത്രു പ്രതികരിക്കുകയും അതിനെ എതിർക്കുകയും അതിനെ ആക്രമിക്കുകയും ചെയ്യും. People around will attack you and me, telling you are wasting your present, you are wasting your life. നമ്മുടെ വർത്തമാന ജീവിതത്തെ, വർത്തമാന സമയത്തെ നാം പാഴാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെയും നമ്മളെ എതിർക്കും. शत्रु उनका उपयोग करता है कई प्रकार से हमारे पर प्रहार ചുറ്റിലുമുള്ളവരൊക്കെ നമ്മെ എതിർക്കും. അതുകൊണ്ടാണ് പലപ്പോഴും No, we are not able to invest much in our spiritual life. ആത്മീയ ജീവിതത്തിന് വേണ്ടി പല കാര്യങ്ങളെ നിക്ഷേപിക്കുന്നതിൽ നാം പരാജയപ്പെടുന്നത് അവിടെയാണ്. आत्मिक तरक्की के लिए व्यय नहीं करते Because we don't see the need for അതിനുള്ള ആവശ്യത്തെ പലപ്പോഴും നാം കാണുന്നില്ല. our time, our നമ്മുടെ സമയം, നമ്മുടെ ഊർജം, हमारी ऊर्जा everything is more spent on that which is visible. അത് വ്യക്തമായ കാണുവാനുള്ള നമ്മുടെ രണ്ടാന്തര ആവശ്യങ്ങൾക്കായിട്ട് ചിലവഴിക്കണമെന്നാണ് പലപ്പോഴും നാം കാണാറുള്ളത്. Things of God, the spiritual. ദൈവത്തിന്റെ പ്രഥമമായ ആത്മീയ കാര്യങ്ങൾക്ക്, Investing for that which is not very tangible. അവ്യക്തമായ ആ കാര്യങ്ങൾക്കായിട്ട്, കാണുവാൻ കഴിയാത്ത ആ കാര്യങ്ങൾക്കായിട്ട് നിക്ഷേപിക്കുന്ന കാര്യം വരുമ്പോൾ നാം അതിൽ ഉത്സുകരല്ല. And so we see how many believers, how we are living. എങ്ങനെയാണ് നാം ജീവിക്കുന്നത്, വിശ്വാസികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നോക്കുക.
because we see that it's not necessary. എന്തുകൊണ്ടെന്നാൽ അത് അത്യാവശ്യമായ ഒന്നല്ലെന്നാണ് നാം കരുതാറുള്ളത്. Yes. But since എന്നാൽ വിശുദ്ധന്മാരെ, if your eyes are really open to see your calling and your purpose, നമ്മുടെ വിളിയെയും ദൈവിക ഉദ്ദേശം കാണുവാൻ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നുവെങ്കിൽ, leave a job and just sit at home meditating on God. I'm not saying, ഞാൻ പറയുന്നത് ജോലിയൊന്നും വിട്ടിട്ട് വീട്ടിലിരുന്ന് ദൈവവചനം ധ്യാനിക്കണമെന്നല്ല. എന്നാൽ we need to ഒരു understand കാര്യം നാം മനസ്സിലാക്കണം. primary purpose of our life. നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ ഉദ്ദേശം, जिंदगी का बुनियादी जो मकसद है, Yes, the primary, നമ്മുടെ ജീവിതത്തിലെ പ്രഥമ ഉദ്ദേശം, जो उद्देश्य है, it's our spiritual. അത് നമ്മുടെ ആത്മീയ ജീവിതമായിരിക്കണം. वो है हमारे आत्मिक। First is the kingdom of God. പ്രഥമമായത് ദൈവരാജ്യമാണ്. First is the king and his rule in our life. കർത്താവും കർത്താവിന്റെ രാജ്യവുമായിരിക്കണം നമ്മുടെ പ്രഥമ ആവശ്യം. राजा और राजा का जो राज्य है खोजना हमारा। Then all other things shall be added. മറ്റുള്ള കാര്യങ്ങളെല്ലാം ദൈവം അതിനോട് ചേർത്ത് നമുക്ക് നൽകും. That is the order of അതാണ് ദൈവത്തിന്റെ in ആ our ക്രമം. lives. So saints of God, as we heard, Noah was one who stood with God and was faithful in working for God. നോഹ ദൈവത്തോടൊപ്പം നിന്ന് ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിന് അവൻ വിശ്വസ്തനായിരുന്നു. परमेश्वर के उस कार्य में संलग्न था जो परमेश्वर ने उसे दिया था। Saints, as in the days of Noah, നോഹയുടെ കാലത്തെന്നതുപോലെ we see the same thing is happening. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. A situation is slowly growing up and creeping in. നമുക്ക് കാണുവാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് വളർന്നു വരുന്നത്. It is becoming huge and great and big. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് വളർന്നു വിപുലമായി കൊണ്ടിരിക്കുന്നത്. बड़ी और भयानक होती चली जा A time as in the days of Noah is coming up. നോഹയുടെ നാൾ എന്നതുപോലെയുള്ള ഒരു സാഹചര്യം, ഒരു അവസ്ഥയാണെന്ന് വളർന്നു വരുന്നത്. But as in the days of Noah, നോഹയുടെ നാളുകളിൽ majority of them, ഭൂരിഭാഗവും they were occupied with the present. അവർ വർത്തമാന കാര്യങ്ങളിൽ തൽപരരായിരുന്നു. But Noah was occupied with the എന്നാൽ future. നോഹ ഭാവിയാൽ അവൻ His പിടിക്കപ്പെട്ടവനായി. eyes were open to see what's going to happen. എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് അവന്റെ കണ്ണുകൾ കണ്ടിരുന്നു. So while majority were caught up with the present, വർത്തമാനത്തിൽ പലരും പിടിക്കപ്പെട്ടവരായിരുന്നപ്പോൾ as we know that they ate and drank and marrying and giving and so on and so forth. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കൊണ്ടും പോന്നു. They were all occupied with the present. അവർ വർത്തമാന കാര്യങ്ങളിലായിരുന്നു They did not തൽപരരായിരുന്നു. even see what was അവർക്ക് coming. വരുവാനുള്ള കാര്യത്തെ കാണുവാൻ കഴിഞ്ഞില്ല. Yes. And they were not open to hear anything of that kind. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ അവർക്ക് താല്പര്യവുമില്ലായിരുന്നു. And I want to say here something more. ഇവിടെ ഒരല്പം കൂടെ ഞാൻ വിവരിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. And listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. Saints of God, may God deliver us from many things which are just the present. വർത്തമാന കാര്യങ്ങളിൽ നിന്നും ദൈവം നമ്മളെ ഈ നാളുകളിൽ വിടുവിക്കുമാറാകട്ടെ. There are a lot of things of the present in our spirit. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ വർത്തമാന ജീവിതത്തോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. Yes. The old way of things. പഴയ രീതിയിലുള്ള കാര്യങ്ങൾ, Yes. Things that have become a system in our own. നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യവസ്ഥിതിയായ മാറിയ പഴയ കാര്യങ്ങൾ. And we more depend upon something of the past than being open to the Holy Spirit for the present. ഈ വർത്തമാന സമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലുപരിയായിട്ട് പഴയ കാര്യങ്ങളിലാണ് നാം തൽപരരായിരിക്കുന്നത്. बातों पे जो अतीत किया उस पे हम आधारित हैं Yes. And not open to what the Spirit has for these times. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. Yes. And remember that ഒരു കാര്യം ഓർക്കണം, the old things cannot help us in this present move of ഈ God. വർത്തമാന ദൈവിക ചലനത്തിൽ പഴയ കാര്യങ്ങൾ നമുക്ക് സഹായകരമല്ല. Yes.
So please understand this. God has been speaking about this. ഇതേ നാം മനസ്സിലാക്കണം. Whether it's our prayer, our worship, and many other things. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായാലും ആരാധനയായാലും മറ്റു പല കാര്യങ്ങളും पर की जरूरत है कि उसमें एक तब्दीली Yeah. पुरानी चीजें ना हो। Yes. You know, things of the past may become an order of things within us without giving a new life unto us. നമുക്കൊരു പുതിയ ജീവൻ നൽകാതെ ഈ പഴയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യവസ്ഥിതിയായിട്ട് മാറാം. बन के हमारे अंदर है। Yes. And you are not able to go further. I can see some of us there. നമ്മൾ ചിലരെ കാണുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അനേകർ. Because if you don't do that way, you don't feel satisfied. ആ പഴയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഒരു തൃപ്തിയില്ല. May God, ദൈവം നമ്മളെ സഹായിക്കട്ടെ. we must be open to the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം തുറന്നു കൊടുക്കുന്നവരാകും. There must be a willingness in us നമ്മുടെ ജീവിതത്തിൽ പഠിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കും. as we are hearing His fresh word. ദൈവത്തിന്റെ വചനം ഈ നാളുകളിൽ പുതിയ വിധത്തിൽ കേൾക്കുമ്പോൾ There must be an openness in us. അതിന് ഒരു തുറന്ന അവസ്ഥ നമ്മളുണ്ടായിരിക്കും. That which God is beckoning us into in this. ദൈവം ഈ സമയത്ത് നമ്മെ മുൻപോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകുവാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാകണം. Yes. And here is faith, therefore, willing to obey what He says to us. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കാനുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാകണം. You know, so we don't depend upon something that has become a system in us, but we are open for changes there. Whether it's prayer, with our worship, whether it's any other aspect of our coming together. You know, there are so many ways that God wants us to be open to Him and to move on with Him. നമ്മുടെ ജീവിതത്തിലെ ആ പഴയ കാര്യങ്ങളും വ്യവസ്ഥിതികളും ഒക്കെ വിട്ടിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ആ മാറ്റം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആരാധനയിലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം മാറ്റം വരുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. बजाय कि हम उस पुराने जो उस पे निर्भर हैं। You know, that's where we need to have faith അവിടെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യം. and move on and come into that rest in God. ആ ദൈവത്തിൽ മുൻപോട്ട് പോയി ദൈവം ആഗ്രഹിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് വരുന്നതിനായിട്ട്. And remember, ഒരു കാര്യം ഓർക്കുക, it's not going to be very pleasant to the self. സ്വയത്തിന് അത് അത്ര ये आपके प्राण के मनुष्य को बहुत संतुष्ट करने वाला Yes. സുഖമുള്ളതായിരിക്കില്ല. Not so pleasant to the flesh. അത് ഈ ജഡത്തിന് അല്ലെങ്കിൽ ഒരു സ്വയത്തിന് The self life. സുഖകരമായിരിക്കില്ല. उसको वो बहुत खुश नहीं कर पाए। When you begin to leave behind things and press forward. കാര്യങ്ങളെ പിന്നിൽ വിട്ടുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ജഡത്തിനും സ്വയത്തിനും അത് As we പ്രസാദകരമായിരിക്കും. heard, the flesh does not like when you invest yourself for something that is for the future. ഭാവിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നിക്ഷേപിക്കുന്ന കാര്യം ജഡത്തിന് Yes. താല്പര്യമുള്ള ഒന്നല്ല. Yes. And it's a reality. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. You know, the things that you are hoping for നാം ആശിക്കുന്ന കാര്യങ്ങൾ, and you are preparing നാം എന്തിനു for, വേണ്ടി നമ്മെ ഒരുക്കുന്നുവോ you may not even enter into that in reality. ആ കാര്യങ്ങൾ നാം കടന്നു വരണമെന്ന് ആവശ്യമില്ല. Yes, it could happen. അങ്ങനെ That you may സംഭവിക്കാം. not enter ആ കാര്യങ്ങൾ നാം കടന്നു വരാത്ത ഒരു കാര്യവും ഉണ്ടാകാം. नहीं, उसमें नहीं कर सकता है. हो सकता है आप उसमें या नहीं होगा. या you may not even enter into those. ചിലപ്പോൾ നമ്മൾ ആശിച്ച കാര്യങ്ങളിലേക്ക് വരാത്ത ഒരു അവസ്ഥ ഉണ്ടായേക്കാം. You know, and that's why the scripture says, അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, they all died in faith, അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു, not having received the promise. വാഗ്ദത്തങ്ങളെ അവരുടെ ജീവിതത്തിൽ അവർ പ്രാപിച്ചില്ല. You know, this is true of many men of God in the past. കഴിഞ്ഞ കാലത്തുള്ള പല
ദൈവ പുരുഷന്മാരുടെ They all lived in അനുഭവം faith. ഇതായിരുന്നു. അവരെല്ലാവരും വിശ്വാസത്തിൽ ജീവിച്ചു. And they prepared a way. അവർ ഒരു വഴി ഒരുക്കി. And made a provision for us. നമുക്കായി അവർ ഒരു വഴി ഒരുക്കി. Amen. Amen. They prepared a അവർ way. നമുക്കായിട്ടൊരു വഴി ഒരുക്കി. And they made a provision for people like നിങ്ങൾക്കും us. എനിക്കുമായിട്ട് അവർ വഴി ഒരുക്കി. And they went away. അവരത് ചെയ്ത് കടന്നുപോയി. They didn't see the fulfillment. അവർ What they spoke. സംസാരിച്ച കാര്യങ്ങൾ നിവർത്തീകരണത്തെ കണ്ടില്ല. And we are speaking the same thing. അതെ, And maybe a little further than what they saw. അവർ സംസാരിച്ച അതേ കാര്യമാണ് നാം സംസാരിക്കുന്നത്. അവർക്കുള്ളതിലും അല്പം ഉപരിയായിട്ട് നമുക്ക് വെളിപ്പെട്ടിരിക്കാം. ആ കാര്യത്തിൽ നാം പ്രവേശിക്കുമോ എന്ന് നമുക്കറിയില്ല. उसमें उन्होंने कोई प्रवेश नहीं कर पाए और जो भाई आप कह रहे हैं जरूरी नहीं कि हम उसमें कोई प्रवेश करें, उसके पहले भी हमारा प्रस्थान हो सकता है। Yes. तो पर ये बातें जो उन्होंने देख ली वो कही। And ഒരു remember, കാര്യം ഓർക്കുക, this is where the enemy comes. ഇവിടെയാണ് ശത്രു കടന്നു വരുന്നത് Very powerful. ശക്തമായിട്ട്. बहुत सामर्थ के साथ But saints, ക്രിസ്തന്മാരെ they saw it far away, as we read in നാം Hebrews, ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവർ ആ കാര്യങ്ങളെ ദൂരത്തിൽ നിന്ന് കണ്ടു. and counted themselves as strangers. And അവർ തങ്ങളെ അന്യരും പരദേശികളുമായി ലോകത്തിൽ കണ്ടു. remember, they all lived for the future. അവർ ഭാവിക്കായിട്ടാണ് ജീവിച്ചത്. They looked for a city whose builder and maker is God. ദൈവം ശില്പിയും സൃഷ്ടിതാവുമായ ആ നഗരത്തിനായിട്ടാണ് അവർ കാത്തിരുന്നത്. Look at the words of the apostle Paul. അപ്പോസ്തലൻ പൗലോസിന്റെ വാക്കുകളെ കേൾക്കുക. What he says at the end of താൻ his എന്താണ് life. പറയുന്നത്? Oh, saints of God. ക്രിസ്തന്മാരെ, They all lived and died in faith. അവരെല്ലാവരും വിശ്വാസത്തിൽ Investing ജീവിച്ചു, themselves for that which is lying. വിശ്വാസത്തിൽ മരിച്ചു. തങ്ങൾക്ക് മുമ്പിലുള്ള നാളുകൾക്കായിട്ട് അവർ കാര്യങ്ങളെ നിക്ഷേപിച്ചു. उस दर्शन या उस आशा की बात के लिए अपने आप को Yes. And here the enemy is very busy. ഇവിടെയാണ് ശത്രു അസ്വസ്ഥനാകുന്നത്. You are throwing away your beautiful life for something you have never seen. നിങ്ങൾ കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ വളരെ മനോഹരമായ ഈ ജീവിതത്തെ നിങ്ങൾ നഷ്ടമാക്കുന്നത്. തെളിവില്ലാത്ത ഒരു കാര്യത്തിനായിട്ട്, അവ്യക്തമായ ഒരു You are കാര്യത്തിനായിട്ട്. in fact accomplishing nothing. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ കൈവരിക്കുന്നുമില്ല. Yes. Do you think your work is so great and important? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വലുതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? After all, what have you got in your hand? എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? Where have you arrived? എവിടെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്? Where have you arrived? എവിടെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്? आप बोल सकते हैं कहाँ पहुंच गया? എവിടെ എത്തിയെന്ന് നിങ്ങൾ പറയുവാൻ കഴിയും? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ എവിടെ എത്തിയെന്ന് പറയുവാൻ കഴിയും? Janakpuri. Can you tell me where you have arrived spiritually? ആത്മീയ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ എത്തിയെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും? Brother, I have crossed Jhansi Junction. ഞാൻ ഒരു പ്രാകൃത യാത്രയിലാണെന്ന് വരില്ല ഈ സ്ഥലത്ത് നമ്മൾ എത്തിയെന്ന് നമുക്ക് പറയുവാൻ കഴിയും. Can you give me a message on where you have reached spiritually? ആത്മീയമായി എവിടെ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ആരുടെയും? Anybody wise amongst us? ബുദ്ധിമാന്മാർക്ക് ആർക്കെങ്കിലും ഇത് പറയുവാൻ കഴിയും? That's the problem. അതാണ് പ്രശ്നം. The joy you have been preaching this word for 46 years. Where have you reached? Where have you crossed? സഹോദരൻ ജോയ് തോമസ്, നിങ്ങൾ 46 വർഷമായിട്ട് ഈ വചനം സംസാരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്? എവിടെ വരെ നിങ്ങൾ ആത്മീയമായിട്ട് എത്തി? അതിന് നിങ്ങൾക്ക് ഉത്തരം വല്ലതും ഉണ്ടോ? I have no answer. എനിക്കതിന് ഉത്തരവില്ല. My answer is this. എനിക്കുള്ള ഉത്തരം ഇതാണ്. My answer is this. Listen carefully. എന്റെ ഉത്തരം ഇതാണ്. And my ശ്രദ്ധയോടെ answer is the കേൾക്കുക. same as Paul gave the അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ അതേ ഉത്തരമാണ് എനിക്കുള്ളത്. Forgetting those things are behind പിന്നിലുള്ളതിനെ ഞാൻ മറന്നുകൊണ്ട് to the mark. ദൈവം എന്റെ മുമ്പിൽ വെച്ച Amen. ആ That's all I can say. വിളിയുടെ I am ലാക്കിലേക്ക് ഞാൻ still ഓടുന്നു. pressing on. ഞാൻ ആ ലാക്കിലേക്ക് ഓടുന്നു. But you have the assurance എന്നാൽ ഉള്ളത്തിൽ ഉറപ്പുണ്ട്. about that price that is before you. നമുക്ക് മുമ്പിലുള്ള ആ ലാക്കിനെ കുറിച്ച് And I want to tell you, saints, if ഒരു you ഉറപ്പുണ്ട്. have that answer, I am still pressing on. That will keep you moving onward. അങ്ങനെയുള്ള ഒരു ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻപോട്ട് പോകുവാൻ അത് നിങ്ങളെ സഹായിക്കും. Amen.
I will close here. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടും. Much more to share, saints of God. പല കാര്യങ്ങൾ Something that പങ്കുവയ്ക്കുവാനുണ്ടെങ്കിൽ is തന്നെയും stirring my heart despite sleepless nights. എനിക്ക് ഉറക്കമില്ലെങ്കിൽ തന്നെയും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതാണ്. It was a night of battle. കഴിഞ്ഞ രാത്രി എൻ്റെ ഒരു It was പോരാട്ടത്തിന്റെ a night of രാത്രിയായിരുന്നു. battle for me last night. ഇന്നലെ രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു പോരാട്ടത്തിന്റെ But I can രാത്രിയായിരുന്നു. tell you, the word can keep you. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മെ Cause you നിർത്തുവാൻ to കഴിയും. survive those battles. ആ പോരാട്ടങ്ങളെ അതിജീവിക്കാൻ The word has ദൈവവചനത്തിന് the power കഴിയും. to keep you. ദൈവവചനത്തിന് കാത്തു സൂക്ഷിക്കുവാൻ I want to കഴിവുള്ളതാണ്. encourage you one thing. ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കും. Where God is calling us to invest. ദൈവം എന്തിൽ നിക്ഷേപിക്കുവാനായി നമ്മെ വിളിക്കുന്നു ആ കാര്യങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് നിക്ഷേപിക്കാം. അത് ഒരിക്കലും ഒരു നഷ്ടമാകുകയില്ല. As I shared, all that we can say is, I am pressing on. ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ, ഞാൻ ലാക്കിലേക്ക് മുൻപോട്ട് ഓടുന്നു. And it will be manifest sometime in the future. I am sure of it. ഭാവിയിൽ ആ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരും, അതിൽ എനിക്ക് ഉറപ്പുണ്ട്. For what is of God ദൈവത്തിന്റെ കാര്യം is bound to come into its fulfillment sooner or later. അത് താമസിച്ചാലും അത് നിറവേറും. So what is of God is bound to be fulfilled sooner or later. ദൈവകാര്യം, ദൈവിക ഉദ്ദേശം അത് താമസിച്ചാലും നിറവേറും. I am not walking by a torchlight, but I know that I am walking by the light from God. ഞാനൊരു ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിലല്ല പോകുന്നത്, എന്നാൽ ദൈവം നൽകിയ തന്റെ വചനത്തിന്റെ വെളിച്ചത്തിലാണ് മുൻപോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. May God help. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Remember your calling, brother. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ ഓർക്കുക. Let the Holy Spirit reveal to you this call. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിയെ നിങ്ങൾക്ക് That you are വെളിപ്പെടുത്തുമാറാകട്ടെ. living in this most important time in history. മാനവ ചരിത്രത്തിലെ സങ്കീർണമായ The world now is. പ്രധാനമേറിയ ഒരു സമയത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർത്തമാന സമയത്ത് ഈ വർത്തമാന ലോകം ദൈവത്താൽ ന്യായം വിധിക്കപ്പെടും. Knowing this, brethren, ഇതേ അറിഞ്ഞുകൊണ്ട് what kind of life we ought. എങ്ങനെയുള്ള ഒരു ജീവിതമാണ് നാം ജീവിക്കേണ്ടത്. May God help. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Amen. ആമേൻ. Noah, നോഹ one man, ഒരു മനുഷ്യൻ stood with God ദൈവത്തിന്റെ പക്ഷത്തു നിന്നു. and built for God, ദൈവത്തിനായി അവൻ കാര്യങ്ങളെ പണിഞ്ഞു. willing to invest his present for the future തന്റെ വർത്തമാന കാര്യങ്ങളെ അവൻ ഭാവി കാര്യങ്ങൾക്കായിട്ട് and നിക്ഷേപിച്ചു. for God's purpose, ദൈവത്തിന്റെ ഉദ്ദേശത്തിനായിട്ട്, for God's need. ദൈവത്തിന്റെ ആവശ്യത്തിനായിട്ട്. Can you imagine that your present life can be invested for God's need for the future? ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി കാര്യങ്ങളെ നിങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ നിക്ഷേപിക്കുവാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് നിങ്ങളുടെ ഭാവി. When you invest yourself for his future, that's where you find future for yourself. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിക്ഷേപിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ ഭാവിയെ കണ്ടെത്തും. God willing, we'll see further next week. Yes, you see the compelling reasons in your own heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ നിർബന്ധിക്കുന്ന ആ കാരണം നിങ്ങൾ കാണുന്നുണ്ടോ? But you will see മറ്റുള്ളവർക്ക് അത് കാണുവാൻ കഴിയില്ല. where God is at work. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്ന സഭയിലായിരിക്കുന്ന നിങ്ങൾക്കത് കാണുവാൻ കഴിയും. Shall we all stand up in his ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Thank you, Jesus.
Don't allow your mind to wander away. अपने मस्तिष्क को भटकने ना दें, But just stay on. And pray in your heart, Lord, give me understanding. प्रार्थना करें कि परमेश्वर हमें समझ दे और हम ठहरे हुए रहें। Lord, give me understanding. प्रभु समझ दे, Lord, give me understanding. प्रभु मुझे समझ दे। I don't want to have my own light, मैं but I want your light, Lord. अपनी ज्योति नहीं चाहता, पर प्रभु तेरी ज्योति चाहता हूँ। I do not want to have a light of my own understanding. और मेरी समझ की ज्योति नहीं प्रभु, पर आप I want your understanding that comes by your Spirit. तेरी आत्मा के द्वारा जो तेरी ज्योति आती है, प्रभु वो मुझे। Yes. Children of Ishaka knew the times. सागर के बच्चे समय को जानते हैं, They have the knowledge of the times समय का ज्ञान था उन्हें and what they ought to do. और क्या करना चाहिए। Noah, one man, एक व्यक्ति नूह, heard God. उसने परमेश्वर को सुना, Walked with God. परमेश्वर के साथ चला, God began to reveal to him परमेश्वर ने उसे अपनी चीजें प्रकट what करना, he ought to do. उसे क्या करना है ये Even involve his life, invest his life in something that is foolish looking. और उसने अपना जीवन व्यय कर दिया परमेश्वर An engineering disaster. और उसने उस जब प्रलय के लिए उस जहाज को तैयार किया बनाया, An engineering disaster, which is not in any way, in terms of engineering, of any good. A big vessel just floating, no navigation, एक nothing to control, पात्र जो कि उस बाढ़ में ऊपर and invest yourself in building something like that. इस प्रकार की चीज को बनाने के लिए उसने अपने आप को दे दिया। Yes. Thank you, Jesus. No proof of anything. किसी चीज का कोई प्रमाण उसके पास नहीं था। Yes. Thank you, Jesus. Thank you, Lord. Do not want to repeat everything, but may God help us, brothers and sisters. No proof, no evidence, nothing concrete कोई चीज to present before people. कोई उसके पास प्रमाण नहीं। Yes. उन वर्तमान से। Thank you, Jesus. But that doesn't nullify God's word. परमेश्वर के वचन को उसने रद्द नहीं किया It doesn't nullify in any way. और किसी प्रकार से उस परमेश्वर के वचन को रद्द नहीं किया। Yes. Thank you, Lord. Shall we all pray together to the Lord? Rabakanyakata shaka. Lord, help me to invest my life, Lord, for that which you need, O God, in these end times, O God, Father, to meet your need, O God. This life, O God, though foolish it may look to myself and to others, O God, Father. My time, my investments, my choices, my decisions, Lord. Oh my God, Lord, help me, Lord. It's of no value to the world, O God. It's no value to sometimes myself, O God, Father. Oh, how the enemy attacks, O God, this kind of faith and life. Oh my God, help me to press on, O God, regardless. Lord, change me, O God, change me.
To leave behind the things which are of the past, O God, Father. Its form and its way and, oh God, whatever it may be, oh God, Father. Not to take my satisfaction from those things, oh God, but to be open to your Spirit and find the freshness of your workings, oh God, Father. Help me, Lord. Help me, Lord Jesus. Thank you, my God. Father, we thank you for this time. Thank you for your faithfulness. Lord, for speaking to us once again. To hear your voice, O God. Your voice that has the power to change our lives. Lord, we pray that you would open our eyes of understanding, Lord. Help us to meditate upon your word. And that you will give us the understanding we need, O God. For we need it, Lord, so much in our lives than ever before. Lord, we pray that we would continually hear you, Lord. There may not be hardening in any life. And become deaf eventually, O God. That our eyes may not become dim and finally become blind, O God. As it happened with the Laodicean church. Oh my God, we pray. Keep us. Help us, O God. That we may know our calling and election in these times in which we are living. To invest this life in things which are unseen, O God. As our fathers were, O God. O God. We have nothing, O God, to show to anyone. Except one thing, that we are still pressing. Hallelujah, Lord. That it may not be just a term that we say, but in reality, Lord, I'm moving on with you. Yes, O God, is what that I desire, we desire, O God, before thee even this afternoon. Let this word be a reality in all of us, Father, we pray. O God of covenants, you're a God of covenants, O God. Help us, Lord. My God, I pray for each one of us and myself. Open thou our understanding. Give us the understanding, Lord. Thank you, Jesus. Give us the courage. Give us the strength. Give us the convictions of God. When Satan attacks this kind of faith in us, Lord. When we are ridiculed and marginalized and spoken ill and dumped aside by many, O God, Father, we would have the joy that we are standing with you and working for you, and we are in a place to meet your need in this end of this dispensation of God. Oh God, give us that strength, God, and give us that grace. We give you all the glory and praise, Father. Please
We pray, Lord, that these days would not pass by mere hearing the messages, Lord, but pray for an engraving of this upon our hearts. Jesus, we bless thee, we thank thee once again. Give you all the glory and praise. Lord, it's a privilege to give this life to this calling, Lord. It's a privilege. It's a privilege, Lord. It's your mercy upon our lives. It's your mercy upon my life, Lord. I want to thank you with all my heart. It's your mercy that this life can be invested. And sense the necessity that is laid on, not an option. Thank you, Father. Thank you, my God, to see the value as you would see it, my God. Open our eyes, oh God, is my prayer for myself and my brothers and sisters. Once again, Lord, pray that your work will continue in us, oh God, that we would not slide back into the things of the past again, but Lord, press forward. Help us, Lord. Yes, Lord. Help us is our prayer. Lord God, it's not our deliberation, but Lord, it's going to be your work in us. The merciful work of your Spirit as we yield ourselves to you, Lord Jesus. So we thank you, Father. Bless thee with all our heart. Lead us on, O God, to the table and meet with us even there. It's our prayer. Worship thee, bless thee, and thank thee. In Jesus' most precious and matchless name we pray, Lord.